الحمد لله الحمد لله الذي رفع السماوات ووضع الميزان وأقيم الوزن بالقسط ولا تخسروا الميزان وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الإحسان وأشهد أن سيدنا ومولانا محمدا عبده ورسوله سيد الإنس والجان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله وقد جاءكم بالبينات من ربكم وإن يك كاذبا فعليه كذبه وإن يك صادقا يصبكم بعض الذي يعدكم إن الله لا يهدي من هو مسرف كذاب صدق الله مولانا العلي العظيم وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم من قال لا إله إلا الله تنفع من قالها حتى ترد عنهم العذاب والنقمة ما لم يستخفوا بحقها قيل ما الاستخفاف يا رسول الله قال يظهر العمل بمعاصي الله لم ينكر ولم يغير صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم ബഹുമാനരായ സമാദരണീയരായ ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനിയെ മനസ്സിൽ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണമായി ഈ പാതിരാവിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലും ഉപരി ഈ പരിപാവനമായ മജ്‌ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിലെ ഒരു നിത്യവേദനയായി കാരിരുമ്പടികൾക്കുള്ളിൽ ജീവിതത്തിന്റെ ജന്മത്തിന്റെ വേദനാ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയ ബഹുമാനനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് അവറുകൾ, അല്ലാഹു ഈ മഹാസംഗമവും പ്രാർത്ഥനയും ഒക്കെ അദ്ദേഹത്തിന്റെ മോചനം എളുപ്പമാക്കാനുള്ള ഏറ്റവും വലിയ സുഹൃതമായി സ്വീകരിക്കട്ടെ. അതിന്റെ പ്രതിഫലം അല്ലാഹു എത്രയും പെട്ടെന്ന് കാണാൻ ഒരു അവസരവും നൽകട്ടെ എന്നൊരൊറ്റ ദുആയോടെ എന്റെ സാധാരണ ഒരു മതപ്രഭാഷണം പോലെ മുഖദ്ദിമയെന്ന് നീട്ടി പറയാനുള്ള സമയം ഒന്നുമില്ല. ഏതാണ്ട് വളരെയേറെ കഴിഞ്ഞുപോയ ഒരു സദസ്സാണ്. ഇതിനപ്പുറം എന്റെ പ്രഭാഷണം കഴിഞ്ഞാൽ ഉടനെ ഈ സദസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ബഹുമാനനായ അഭിവന്ദ്യനായ സൂഫി വര്യൻ ഷെയ്ഖുന മാത്തൂർ ഉസ്താദ് അവറുകൾ നമ്മുടെ അടുക്കൽ വന്ന് അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ് ദുആയ്ക്ക് വേണ്ടി. നാടിന്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ എത്തിച്ചേർന്നതും അവസാനം ആ ദുആയിൽ അൽഹംദുലില്ലാഹ് നീതിപീഠത്തിന് കഴിയാത്തതും മനുഷ്യന് കഴിയാത്തതും ദുആ എന്ന് പറയുന്ന വിശ്വാസിയുടെ ആയുധത്തിന് കഴിയും.
അതിനൊരു ഒന്നിച്ചിരുന്ന് അബ്ദുൽ നാസർ മഅദനി ഉസ്താദിനോ അവറുകളോട് മനസ്സിൽ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നവർ അവസാനം വരെ ആമീൻ കൂടി പറഞ്ഞു വേണം പിരിയാൻ എന്ന് ഓർമ്മിപ്പിച്ച് ഖൈറുൽ കലാമി മാ കല്ല വദല്ല, അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയസമ്പുഷ്ടവും അർത്ഥവൈപുല്യവും അർത്ഥസമ്പുഷ്ടവുമായ പ്രഭാഷണമാണ് അത്യുത്തമമെന്ന ആപ്തവാക്യം ആദ്യം എന്റെ പ്രഭാഷണത്തിൽ തന്നെ പാലിച്ചു. കൂടുതൽ സമയം കവർന്നെടുക്കാതെ ഏറ്റവും കൂടിയാൽ എനിക്ക് 1 മണിക്കൂറാണ് കിട്ടുക. ധാരാളം മഅദനിയുടെ മനുഷ്യാവകാശ ലംഘനവും മഅദനി അനുഭവിക്കുന്ന ജുഡീഷ്യറിയുടെ നീതി നിഷേധവും ഒക്കെ വളരെ വിശാലമായി ഒരു 5-6 മണിക്കൂറായി സവിസ്തരം പ്രതിപാദിക്കപ്പെട്ട ഒരു സദസ്സാണ്. ആ ഒരു ഭാഗത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഒറ്റ വാക്കിൽ കേരളത്തിലെ അറിയപ്പെട്ട എഴുത്തുകാരൻ ജോർജ് ഓണക്കൂർ പറഞ്ഞ ഒരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. ഇന്ത്യയുടെ ജുഡീഷ്യറി അതൊരു ചിലന്തി വലയാണ്. ചിലന്തി വലയിൽ സാധാരണ ആന കുടുങ്ങാറില്ല. ചിലന്തി വലയിൽ സാധാരണ ചീങ്കണ്ണിയും മുതലയും കുടുങ്ങാറില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ജുഡീഷ്യറി അതൊരു ചിലന്തി വലയാണ്. ആ ചിലന്തി വലയിൽ എപ്പോഴും കുടുങ്ങുന്നത് എങ്ങാനും പെട്ടുപോയാൽ പിന്നെ പറക്കാനറിയാത്ത പാവപ്പെട്ട ചിലന്തികളോ ചെറിയ പറന്നു പോകുന്ന പാറ്റകളോ ആണ്. ഭൂമിയിൽ കിടന്ന് ചിഹ്നം വിളിക്കുന്ന കാട്ടാന ചിലന്തി വലയിൽ കുടുങ്ങില്ല. അതിലൂടെ കുടുങ്ങുന്നത് അന്നം തേടി അപ്പുറത്തുകൂടി പറന്നു പോകുന്ന ഒരു കൊച്ചു പ്രാണി. അതിൽ പെട്ടുപോയാൽ പശ കൊണ്ട് ഒട്ടിപ്പിടിച്ച് കിടന്ന അവസാനം വെപ്രാളപ്പെടുന്ന ഒന്നാണ് ഇന്ത്യയുടെ ജുഡീഷ്യറി. ആ ജുഡീഷ്യറിയിൽ അടങ്ങിയ ആ ജുഡീഷ്യറിയുടെ ചിലന്തി വലയിൽ കുടുങ്ങിപ്പോയ ഒരു കൊച്ചു പ്രാണിയാണ് അബ്ദുൽ നാസർ മഅദനി. ആനകൾ കുടുങ്ങില്ല, മോഡി കുടുങ്ങില്ല. 52 വയസ്സ് 51 വയസ്സുകാരനും അലർത്തിക്കടത്തി 52 പ്രാവശ്യം വെട്ടിക്കൊന്നവരും ലോകത്ത് ജുഡീഷ്യറിയുടെ താഴെ നിൽക്കുമ്പോൾ ഇതേവരെ ഒരു പേനാക്കത്തി എടുത്തിട്ട് പോറിക്കാത്ത മനുഷ്യൻ വർഷങ്ങളായി ജുഡീഷ്യറിയിൽ കുടുങ്ങുന്നുവെങ്കിൽ അതൊരു ചിലന്തി വലയാണ് എന്ന് തിരിച്ചറിയാനുള്ള യാഥാർത്ഥ്യബോധം ഉണ്ടാവും. ആ ഒരൊറ്റ വാക്കിൽ ഈ 1 മണിക്കൂർ കൊണ്ട് ഏതായാലും അതിന്റെ കാര്യങ്ങളോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. മഅദനിയും ഖുർആനും. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഖുർആൻ പ്രഭാഷകനാണ്. എന്റെ പ്രഭാഷണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം ഏതെന്ന് ചോദിച്ചാൽ ആകാശത്തിന് താഴെ ഭൂമിയുടെ മുകളിൽ അത് ഖുർആനിനെ കുറിച്ച് പറയാനാണ് എനിക്ക് താല്പര്യം. എന്റെ പ്രഭാഷണം ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. പലപ്പോഴും ക്ഷണിക്കപ്പെടാതെ ഈ അൻവാർ ഷെരിയുടെ ഗേറ്റ് തുറന്ന് കടന്നു വന്ന ആളാണ് ഞാൻ. മഅദനിയെ അറസ്റ്റ് ചെയ്യുന്ന അന്ന് തലേ ദിവസം. പക്ഷേ ഇന്ന് ക്ഷണിക്കപ്പെട്ട് ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും വളരെ സവിസ്തരം ഇതിന്റെ അപജയങ്ങളെ കുറിച്ചും അപകടങ്ങളെ കുറിച്ചും പറഞ്ഞു. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് അബ്ദുൽ നാസർ മഅദനി ജയിലിലടക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു കാഴ്ചക്കാരനായി, ഒരു പ്രഭാഷകനായി, അല്ലെങ്കിൽ വാക്കുകൾക്കപ്പുറം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കർമ്മപദം ഏതാണ്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മഅദനി കടന്നു വന്ന ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഖുർആൻ അള്ളാഹുവിന്റെ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ ഞാൻ വിശുദ്ധനായ മഅദനിയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് എന്റെ ചിന്തകളാണ്, ഇമാം ബുഖാരിയുടെ ഹദീസല്ല. എന്റെ ചിന്തകൾ, ഖുർആനിലൂടെയുള്ള എന്റെ ചിന്തകൾ മഅദനി ഉസ്താദുമായി ബന്ധപ്പെട്ട് മഅദനിയും ഖുർആനും എന്ന വിഷയത്തിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ഒരൊറ്റ ദുആയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കർമ്മപദമാണല്ലോ വലുത്. വാക്കുകൾ ആരുടെ നാവിലും ഉണ്ടാവും. പിന്നെ മഅദനി ഉസ്താദിന്റെ പ്രസ്ഥാനത്തിനൊരു ഗുണമുണ്ട്. എന്തെന്നറിയോ? ഈ വാപ്പാടെ ഗുണം മക്കൾക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ ആവേശത്തിന് ആരും കുറവില്ല. എല്ലാവർക്കും വാക്കുകൾ നല്ല ആവേശത്തിന്റെ ഉച്ചസ്ഥായിയിൽ വരും. അത് മഅദനി ഉസ്താദും നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് അതിന്റെ ഒരു ചൊവ്വ എല്ലാ പ്രഭാഷണത്തിലുണ്ടാവും. വിചാരങ്ങൾക്കപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ, ഞാൻ ഒരല്പനേരം എനിക്ക് വീണ് കിട്ടിയ സമയം എന്റെ സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരൊറ്റ വാക്ക്, ഗീലാനിയുടെ പ്രഭാഷണത്തിന് ഞാൻ ഉണ്ടായിരുന്നില്ല. നേരത്തെ എത്തണമെന്ന് കരുതിയെങ്കിലും ജുമായൊക്കെ കഴിഞ്ഞ് കുറച്ച് തിരക്കുണ്ടായിരുന്നു, പെട്ടെന്ന് വരാൻ എത്തിയില്ല. എന്തുകൊണ്ട് മഅദനിയെ മാത്രം പിടിക്കുന്നു? മഅദനിയേക്കാൾ വലിയ ആളുകൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന്റെ മറുപടി, മഅദനി ഉസ്താദി അടുത്ത സമയത്ത് തേജസ്സിനൊരു അഭിമുഖം കൊടുത്തു. അദ്ദേഹത്തോട് പത്തലേഖരിച്ചു, എന്താ നിങ്ങളെ മാത്രം ഇങ്ങനെ പിടിക്കുന്നു? അപ്പൊ എന്തെങ്കിലും പല പ്രാവശ്യം ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അതിലുണ്ടാവില്ലേ എന്ന് ന്യായമായി സംശയിക്കുന്നവരോട് മഅദനി ഉസ്താദ് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഒരു തീവ്രവാദിയെ ഇന്ത്യ രാജ്യത്തിന്റെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഏറ്റവും നല്ല വേഷവും അനുയോജ്യമായതെന്റേതാണ്, ഏറ്റവും വലിയ ഭാഷയും അനുയോജ്യമായതെന്റേതാണ്. അതുകൊണ്ട് തന്നെ ഭാഷ കൊണ്ടും വേഷം കൊണ്ടും
ചിലപ്പോൾ ഞാൻ വേഷം ഉണ്ടാവും, ഭാഷ ഉണ്ടാവില്ല. വേഷം കൊണ്ടും ഭാഷ കൊണ്ടും ഇയാൾ തീവ്രവാദിയാണ് എന്ന് പറയാൻ കഴിയുന്ന ഇന്ത്യ രാജ്യത്തിലെ ഏക അടയാളം ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ പിടിക്കപ്പെടുന്നത്. അതൊരു വലിയ വാക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന ഗൗരവത്തിൽ അല്ലാഹു മുഖവിലെടുക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇതുവരെ വന്ന പ്രഭാഷണത്തിന്റെ ആ ആവേശമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഖുർആന്റെ ആയത്തുകൾ ഓതി സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരെയും അനുമതിയോടെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. കർമ്മപദമാണ് വരുന്നത്. വാക്കുകൾ ഏത് നാവിലും മുതിർന്നു വീഴുന്നു. ഭാഷണം. അതുകൊണ്ട് ഇത്രയേറെ വൈകിയ ഒരു സദസ്സിൽ കൂടുതൽ ഒരു ആമുഖത്തിന്റെ ഭാഷണം അതത്ര ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കിടക്കുന്നു. അല്ലാഹു നമ്മെ ഇവരെയും സ്വീകരിക്കുമാറാകട്ടെ. ലോക ചരിത്രത്തിൽ അധിനിവേശത്തിനെതിരെ, ആധിപത്യത്തിനെതിരെ, വൈദേശിക ആധിപത്യത്തിനെതിരെ ലോക ചരിത്രത്തിൽ തുല്യതമില്ലാത്ത പോരാട്ടം നയിച്ച് അവസാനം സൈനിക സാമ്രാജ്യത്വ ശക്തികൾ ഒരുക്കിയ തൂക്കുകയറിൽ വിശുദ്ധമായ ഖുർആൻ കയ്യിൽ പിടിച്ച് പെടഞ്ഞു മരിച്ചുപോയ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ പടനായകനാണ് ലിബിയൻ സൈഗതബോവിലെ ഗർജിക്കുന്ന സിംഹം, ദ ലയൺ ഓഫ് ഡിസേർട്സ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉമർ മുഖ്താർ. ആ ഉമർ മുഖ്താറിനെ കുറിച്ച് ലോക പ്രശസ്തനായ ഡോക്ടർ മുസ്തഫ അക്കാദ് നിർമ്മിച്ച ഒരു ഡോക്യുമെന്ററിയുണ്ട്. ഉമർ മുഖ്താർ എന്ന് പറയുന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ആരുടെ മുമ്പിലും വഴങ്ങിക്കൊടുക്കാത്ത ആദർശത്തിന്റെ പ്രതീകമായ തൂക്കുകയറിൽ കിടന്ന് ശരീരം കിടന്ന് പിടയ്ക്കുമ്പോഴും വിശുദ്ധമായ ഖുർആന്റെ ആയത്തോതിയിട്ട് മരണപ്പെട്ടു പോയ മുഖ്താർ, ഉമർ മുഖ്താർ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു ഡോക്യുമെന്ററി ഡോക്ടർ മുസ്തഫ അക്കാദ് രചിച്ചിട്ടുണ്ട്. ആ ഡോക്യുമെന്ററി അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഉമർ മുഖ്താറിനെ ബെനിറ്റോ മുസോളിനി എന്ന ഏകാധിപതിയുടെ, സർവാധിപതിയുടെ, സ്വേച്ഛാധിപതിയുടെ പട്ടാളക്കാർ ബെനിറ്റോ മുസോളിനിയുടെ പട്ടാളക്കാർ ഉമർ മുഖ്താറിനെ തൂക്കിലേറ്റുമ്പോൾ തൂക്കിൽ കിടന്ന് പിടഞ്ഞ് ഉമർ മുഖ്താറിന്റെ അവസാനത്തെ ചലനം നിലക്കുന്നു. ആ അവസാനത്തെ ചലനം നിലക്ക് ഉമർ മുഖ്താർ തൂക്കുകയറിൽ കിടന്ന് പിടയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ വെച്ചിരിക്കുന്ന കണ്ണട മെല്ലെ ഒന്ന് പിടച്ചിലിന്റെ ഇടയിൽ താഴോട്ട് ചെരിയുന്നു. ആ ഡോക്യുമെന്ററി അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ആ ഡോക്യുമെന്ററിയുടെ ക്ലൈമാക്സ് ഇങ്ങനെയാണ്: പോരാട്ടത്തിന്റെ സമരവീര്യത്തിലൂടെ കടന്നുപോയ ഉമർ മുഖ്താർ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവസാനത്തെ ശ്വാസം നിലക്കുമ്പോൾ തങ്ങൾക്കെതിരെ നിന്നവനെ ഈ ലോകത്ത് അവസാനിപ്പിച്ചു എന്ന് ബെനിറ്റോ മുസോളിനിയുടെ പട്ടാളക്കാർ കരഘോഷങ്ങൾ മുഴക്കുമ്പോൾ ആ സമയത്ത് ഉമർ മുഖ്താറിന്റെ കണ്ണിൽ നിന്ന് ചാഞ്ഞു വീണ ഒരു കണ്ണട, ആ കണ്ണട ഒരു കൊച്ചുകുട്ടി നടന്നു വന്ന് ആ കൊച്ചുകുട്ടി ഉമർ മുഖ്താറിന്റെ മൂക്കത്ത് ചാഞ്ഞിരിക്കുന്ന കണ്ണട കയ്യിലെടുത്തിട്ട് ആ കുട്ടി മുമ്പോട്ട് നടന്നു പോകുന്നു. അതോടെ ഡോക്യുമെന്ററി അവസാനിക്കുന്നു. മുസ്തഫ അക്കാദ് എന്ന് പറയുന്ന സംവിധായകൻ അതിലൂടെ പറഞ്ഞത് ഒരു വലിയ സന്ദേശമാണ്. മുസ്തഫ അക്കാദ് പറഞ്ഞു കൊടുത്ത ലോകത്തിന്റെ ചരിത്രം ഉമർ മുഖ്താർ കരുമരത്തിൽ പിടഞ്ഞു കിടിഞ്ഞ് തീർന്നു പോയാലും ആ ഉമർ മുഖ്താറിന്റെ മുഖത്ത് വെച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ച 1000 തന്റെ ജനതകളുടെ ഏറ്റവും വലിയ അക്രമത്തെ കണ്ടുകൊണ്ട് മുസ്തഫ അക്കാദ് ആ ഉമർ മുഖ്താറിനെ കാണാൻ സഹായിച്ച കണ്ണട കയ്യിലെടുത്തു കൊണ്ടുപോകുന്ന ആ കൊച്ചുകുട്ടി പിന്നീട് ഒരു ഉമർ മുഖ്താറായി ലോകത്ത് ജന്മമെടുക്കും. ഉമർ മുഖ്താറിന്റെ തലമുറ അവസാനിക്കുന്നില്ല. ആ കണ്ണട എടുത്തു കൊണ്ടുപോയ കൊച്ചുകുട്ടി ഇനിയും വേണ്ട ഒരു രണ്ടാം ഉമർ മുഖ്താറായി ഈ ലോകത്ത് ജന്മമെടുക്കുമ്പോൾ ആ ജന്മത്തിന്റെ ഏറ്റവും വലിയ സാഫല്യമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ എന്റെ ശബ്ദ ശ്രവിക്കാനത്തെ ഊർജ്ജസ്വരരായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചരിത്രം അവസാനിക്കാനുള്ളതല്ല. ചരിത്രം അവസാനിക്കാനുള്ളതല്ല. ഉമർ മുഖ്താർ ഒരു മനുഷ്യനിൽ ഒതുങ്ങാനുള്ള ആളല്ല. ആ ഒരാൾ മരണപ്പെട്ടു പോയാലും ഒരാളെ ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റിയാലും അദ്ദേഹത്തിന്റെ ചുവട് പിടിച്ച് അതുകൊണ്ടായിരുന്നവല്ലോ രാവിലെ സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നരനായാട്ടുകൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന അമേരിക്കയുടെ ജാരസന്താനമായി ഇസ്രയേലിന്റെ വിമാനവീര പീരങ്കികളുടെ മുന്നിൽ കല്ലും കവണയും ഉപയോഗിച്ചിട്ട് ഇന്തിഫാദയിലൂടെ ചെറുത്തു നിൽക്കുന്ന ലോക സമര ചരിത്രത്തിന്റെ അപൂർവമായ സാന്നിധ്യമായ പലസ്തീൻ മുജാഹിദുകൾക്ക് നേതൃത്വം കൊടുത്ത ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന് പറയുന്ന വയോവൃദ്ധൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് യെരൂശലേമിലെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ സമയത്ത് ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന നേതാവിനെ കൊന്നൊടുക്കാൻ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ബോംബർ വിമാനങ്ങൾ തീതുപ്പുമ്പോൾ ബോംബർ വിമാനങ്ങളുടെ വെടിയുണ്ടകളേറ്റ് ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന് പറയുന്ന ആ സമര ചരിത്രത്തിന്റെ വീരനായകൻ ജെറൂസലേമിലെ പള്ളിയുടെ പള്ളിമുറ്റത്ത് കിടന്ന് പിടഞ്ഞു
പിടഞ്ഞു മരിക്കുമ്പോൾ, ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്ന ധീര പോരാളി അവിടെ പിടഞ്ഞു വീടുമ്പോൾ, അന്നത്തെ ദിവസം ഒരു അഹമ്മദ് യാസീൻ മരിക്കപ്പെട്ടാലും വധിക്കപ്പെട്ടാലും അന്ന് പലസ്തീനിൽ ജനിച്ച 1200 കുട്ടികൾക്ക് അന്നത്തെ ഉമ്മമാര് പേരിട്ടത് ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്നായിരുന്നു. ഒരു അഹമ്മദ് യാസീൻ മരിക്കപ്പെട്ടപ്പോൾ, ഒരു അഹമ്മദ് യാസീൻ വധിക്കപ്പെട്ടപ്പോൾ അന്ന് 1200 കുട്ടികൾക്ക് അഹമ്മദ് യാസീൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടുവെങ്കിൽ ആ കുട്ടി പിന്നീട് ചരിത്രത്തിൽ മറ്റൊരു അഹമ്മദ് യാസീൻ ആവില്ല എന്നാര് കണ്ടു? അതുകൊണ്ട് സഹോദരങ്ങളെ, ചരിത്രം അവസാനിക്കാനുള്ളതല്ല, ഉമർ മുഖ്താർ അവസാനിക്കാനുള്ളതല്ല, സലാഹുദ്ദീൻ അയ്യൂബി അവസാനിക്കാനുള്ളതല്ല, അബ്ദുൽ ഖാദിർ ജസായിരി അവസാനിക്കാനുള്ളതല്ല, ഹസനുൽ ഹുലൈബി അവസാനിക്കാനുള്ളതല്ല, ഉമർ തൽമസാനി അവസാനിക്കാനുള്ളതല്ല. ലോകത്തിന്റെ മുന്നിൽ അബ്ദുൽ നാസർ മഅ്ദനിയുടെ പോരാട്ടത്തിന്റെ ചരിത്രം അത് അവസാനിക്കാനുള്ളതല്ല. കാരണം അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ആധിപത്യത്തിനും അധിനിവേശത്തിനും ക്രൂരതകൾക്കും പീഡനങ്ങൾക്കും താടനങ്ങൾക്കുമെതിരെ പോരാടിയ ലോകത്തിന്റെ വിപ്ലവകാരികളുടെ ചരിത്രം വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ ആ ഖുർആൻ പറഞ്ഞ ഒരു ചരിത്രവുമായി അബ്ദുൽ നാസർ മഅ്ദനിക്ക് വളരെയേറെ ബന്ധമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിലയിരുത്തി. ഖുർആനിൽ പറഞ്ഞ ഒരു 2-3 ആയത്തുകൾ ലോകം കണ്ട ഏറ്റവും വലിയ ദൈക്ഷണികതയുടെ ഏറ്റവും വലിയ പര്യായപദമായ ഒരു ചെറുപ്പക്കാരന്റെ പോരാട്ടവുമായി അബ്ദുൽ നാസർ മഅ്ദനിയുടെ പോരാട്ടത്തിനും അദ്ദേഹം കടന്നു വന്ന പോരാട്ട സമരവീതികൾക്ക് സാമ്യമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആന്റെ വെളിച്ചത്തിൽ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഖുർആനും മഅ്ദനിയും അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ബോധം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതൊരു സ്വബോധമാവണം. ബോധമില്ലാത്തവരാണ്. അബ്ദുൽ നാസർ മഅ്ദനി അനുഭവിക്കുന്നത് നീതി നിർദ്ദേശമാണെന്ന് എല്ലാവർക്കും ബോധമുണ്ട്, പക്ഷെ അതൊരു സ്വബോധമല്ല. ആ ബോധം തന്നെ അവബോധ മനസ്സുമായി കൂട്ടിയിടിക്കുമ്പോൾ ആ ബോധത്തെ വിളിച്ചു പറഞ്ഞാൽ തന്റെ ഒരു ബോധം നഷ്ടപ്പെടുമോ എന്ന ഒരു സ്വബോധമില്ലായ്മയാണ് പലപ്പോഴും സത്യം വിളിച്ചു പറയാൻ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നത്. ഞാൻ കടന്നു വരുന്നത് അബ്ദുൽ നാസർ മഅ്ദനിയുടെ അൻവാർ ശരീയിൽ ഞാൻ പ്രസംഗിക്കുന്നത് ഖുർആനാണ് ഞാൻ പറയുക. ഞാൻ PDP-കാരനായതുകൊണ്ട് രാഷ്ട്രീയപരമായി ആശയപരമായി ചിലപ്പോൾ വൈജാത്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഞാൻ അബ്ദുൽ നാസർ മഅ്ദനിയെ വിശ്വസിക്കുന്നു, നിരപരാധിയാണ്. കാരണം അഹമ്മദ് കബീർ ഇതേവരെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖുർആന്റെ സന്ദേശമാണ് ലോക ജനതയോട് പറയുന്നുവെങ്കിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ടാണ് അബ്ദുൽ നാസർ മഅ്ദനി ഞാൻ നിരപരാധിയാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞതെങ്കിൽ ആ ഒരൊറ്റ വാക്ക് മാത്രം അനുസരിച്ചുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് 1000 വട്ടം ആരൊക്കെ പറഞ്ഞാലും അബ്ദുൽ നാസർ മഅ്ദനി നിരപരാധിയാണെന്ന് എന്റെ മനസ്സാക്ഷിയുടെ മനക്കോടതിയിൽ മനക്കുത്തില്ലാതെ 1000 വട്ടം ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലോക ചരിത്രവുമായി അബ്ദുൽ നാസർ മഅ്ദനിക്ക് ബന്ധമുണ്ട്. കാരണം എന്തെന്നറിയോ? ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയി, വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് കടന്നുപോയ അബ്ദുൽ സമദ് മാസ്റ്റർ. സഹോദരങ്ങളെ തിരിച്ചറിയണം, ഏകമകനായി യൂസുഫ് ഈജിപ്തിലെ ജയിലറയിൽ ആരുടെയൊക്കെയോ കുതന്ത്രങ്ങൾക്ക് വയറി കിടക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്റെ പ്രിയപ്പെട്ട മകൻ ജയിലറയിൽ കിടക്കുന്ന ചിന്ത ഓർത്തിട്ട് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയി സ്വന്തം കുടിലിന്റെ ചാരത്തിരുന്നിട്ട് എന്റെ ആവലാതിയും എന്റെ വേവലാടിയും എന്റെ മകൻ നഷ്ടപ്പെട്ട എന്റെ കണ്ണുനീരും എന്റെ വ്യതയും എന്റെ ശ്രദ്ധയും എന്റെ ആധിയും എന്റെ വ്യാധിയും എന്റെ വേവലാതിയും എന്റെ ആവലാടിയും ഞാൻ എന്റെ പടച്ച തമ്പുരാനോട് പറഞ്ഞിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് മകൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വേറെ മക്കളില്ലാത്തത് കൊണ്ടല്ല, 11 മക്കൾ വേറെയുള്ളപ്പോഴും 12ാമത്തെ മകൻ പ്രിയപ്പെട്ട മകനേറെ സ്നേഹിച്ച മകൻ അള്ളാഹുവിന്റെ റിസാലത്തിന്റെ ദൗത്യമേറ്റെടുത്ത മകൻ ജയിലറയിൽ അടക്കപ്പെടുമ്പോൾ ആ ഒരൊറ്റ ദുഃഖം കാരണത്താൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ നബിക്ക് സമാനനായി രണ്ടാമത് അൻവാസരുടെ ഗേറ്റിൽ നിന്ന് പ്രിയപ്പെട്ട മകനെ പിടിച്ചിറക്കി കൊണ്ടുപോകുമ്പോൾ ആ ഒരൊറ്റ ആദി കൊണ്ട് മാത്രം പക്ഷാഘാതം പിടിപെട്ട് വീൽ ചെയറിൽ ഇറങ്ങിപ്പോയ ഒരു അബ്ദുൽ നാസർ മാസ്റ്ററെ കാണുമ്പോൾ ചരിത്രത്തിന്റെ യഹൂദ നബിക്കുമായി ആ മനുഷ്യന് സാമ്യമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഞാൻ പറയുന്ന ചരിത്രം അതല്ല. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ ഉഹദിന്റെ രണാങ്കണത്തിന് പരാജയ ഭീതിയിലോട്ട് കടന്നു പോകുമ്പോഴും എല്ലാവരും ഒരുമിച്ച് നിന്ന് ആക്രമിക്കുമ്പോഴും ആ സമയത്ത് ഉടവാള് വാരിയെടുത്തിട്ട് ഞാൻ കാപട്യമില്ലാത്ത പ്രവാചകനാണടാ എന്ന് പറഞ്ഞ് 100 കണക്കിന് ആളുകൾ എതിരാളികളെ തനിക്ക് നേരെ ഏറ്റവും വലിയ പ്രതിരോധത്തിന്റെ പത്മവ്യൂഹം തകർക്കുമ്പോ അതിന്റെ നടുവിൽ ക്ഷീണിതനാകാതെ ഒരു നിമിഷം പോലും സന്ധികൾക്ക് തയ്യാറാകാതെ ഊരിപ്പിടിച്ച വാളുമായി നിന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധീരനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
അള്ളാഹുവിന്റെ പ്രവാചകൻ പക്ഷേ മനസ്സ് തളർന്ന് കണ്ണുനീരൊരുക്കി അള്ളാഹുവിന്റെ റസൂൽ പാതിരാ സമയത്ത് പള്ളിയിൽ പോയിരുന്നത് ഒരൊറ്റ സമയത്ത് മാത്രമാണ്. എപ്പോഴെന്നറിയുമോ? ഉഹദിന് പരാജയം വന്നപ്പോഴല്ല, ഹംസ ഷഹീദായപ്പോഴല്ല, എല്ലാവരും നഷ്ടപ്പെട്ടു പോയപ്പോഴല്ല, തന്റെ ജീവിതത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളുടെ തിക്തമായ യാഥാർത്ഥ്യങ്ങളിൽ ഒരു ഊന്നുവടിയായി വലതുഭാഗത്ത് ചേർന്നതെന്ന് പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ അപവാദമേറ്റിട്ട് ആയിഷയുടെ പേരിൽ അപവാദമുണ്ടായി. ആ അപവാദം സഹിക്കാൻ കഴിയാതെ തന്റെ ഭാര്യയുടെ പേരിൽ ഒരു അപവാദമുണ്ടായപ്പോ അത് സഹിക്കാൻ കഴിയാതെ പള്ളിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അബ്ദുൽ നാസർ മഅദനി എപ്പോഴെങ്കിലും തളരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ സുഫിയ മഅദനിയെ കളമശ്ശേരി കേസിലെ അപവാദത്തിന് കുടുക്കി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മഅദനിയുടെ നാവുകൾ പതറുന്നു എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഞാൻ ആ മനുഷ്യനുമായി ഈ റൂമിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചിട്ടുണ്ട് ആ ഭാഗത്ത്. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ചരിത്രവുമായി. അതുകൊണ്ട് ഞാൻ പറയുന്നു, അബ്ദുൽ നാസർ മഅദനിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അബ്ദുൽ നാസർ മഅദനി പ്രവാചകന്മാർ അനുഭവിച്ച തിക്തമായ യാഥാർത്ഥ്യങ്ങൾ അനുഭവിക്കുകയാണ്. അള്ളാഹു പാകപ്പെടുത്തുകയാണ് ഒരു മനുഷ്യനെ. ഞാൻ പറയുന്നു, അബ്ദുൽ നാസർ മഅദനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. എന്താ നഷ്ടമുണ്ടായിട്ടുള്ളത്? ഏത് നഷ്ടമാണ് അബ്ദുൽ നാസർ മഅദനിക്ക് ഉണ്ടായിട്ടുള്ളത്? ഭൗതിക ലോകത്തിന്റെ നഷ്ടത്തിലാണ് നിങ്ങൾ പിടിച്ചു കിട്ടിയതെങ്കിൽ ഇൻഷാ അല്ലാഹ് പരലോകത്തിന്റെ തീരാ സൗഭാഗ്യത്തിലേക്ക് അദ്ദേഹം നടന്നു പോവുകയാണ് എന്നുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഈ ഖുർആനിന്റെ ആയത്തുകൾക്ക് നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അങ്ങനെയാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു അങ്ങനെയാക്കി കൊടുക്കുമാറാകട്ടെ എന്ന ഒരൊറ്റ ആഗ്രഹത്തോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. മഅദനിയെ ഖുർആനുമായി ബന്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഖസസ് ആണ്. എപ്പോഴാണ് അബ്ദുൽ നാസർ മഅദനി ചരിത്രത്തിൽ അറിയപ്പെടുന്നത്? അബ്ദുൽ നാസർ മഅദനി എപ്പോഴാണ് അറിയപ്പെടുന്നത്? സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ മുന്നിൽ ഈ ലോകം ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. വൈകുന്നേരം കടന്നു വരുന്ന പിതാവിനെ 51 വയസ്സുകാരനെ മലത്തിൽ കിടത്തിയിട്ട് 52 പ്രാവശ്യം ആഞ്ഞുവെട്ടി ആ പാവപ്പെട്ടവനെ രക്തത്തിൽ കുളിപ്പിച്ച പതാകയുമായി അയാളുടെ ശവശരീരം വീടിന്റെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ രാവിലെ പിതാവിന്റെ കവിളത്ത് മുത്തം കൊടുത്ത് പറഞ്ഞയച്ച പിതാവ് വൈകുന്നേരം ഒരു ശവശരീരമായി വീടിന്റെ ഉമ്മറപ്പടിയിൽ രക്തപതാക പുതപ്പിച്ചിട്ട് മലന്ന് കിടക്കുമ്പോൾ ആ സമയത്ത് കാത്തിരുന്ന പിതാവ് ഒരു ജീവശവമായി കടന്നു വരുമ്പോൾ പിതാവിന്റെ മുഖത്തെ രക്തപതാക മാറ്റിയിട്ട് ഒരു ഉമ്മ കൊടുക്കാൻ നോക്കുമ്പോൾ രാവിലെ തന്റെ പിതാവിന്റെ 7 കവിളത്താണ് ഉമ്മ കൊടുത്തതെന്നറിയാണ് 17 പ്രാവശ്യം കയ്യിലിരിക്കുന്ന മടി കൊണ്ടും മലത്തിക്കടത്ത് വെട്ടിക്കൊന്ന് പിതാവിന്റെ മുഖമേതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞതെന്ന 14 വയസ്സുകാരനെന്ന് പറയുന്ന ചന്ദ്രശേഖരന്റെ മകന്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങൾ 13 പേരെ ബ്ലാക്ക് മാർക്കിട്ടിട്ട് കൊന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴും അവരുടെ മുമ്പിൽ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ജുഡീഷ്യറി പകച്ചു നിൽക്കുമ്പോൾ ആ സമയത്തും അബ്ദുൽ നാസർ മഅദനി എന്ന ചലന്തിവരയുടെ ചലന്തിയെ കൊടുക്കാൻ ലോകത്ത് തിരക്കഥകൾ മെയ്തുകൊണ്ടേയിരിക്കുന്നു. ജുഡീഷ്യറിയുടെ ഇരട്ട മുഖങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിന്റെ മുന്നിൽ പിശാചുകൾ പാർക്കുന്ന വേതാള നഗരം പോലെ ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടു. സഹോദരങ്ങളുടെ രാഷ്ട്രീയം നമുക്ക് പ്രശ്നമല്ല, എനിക്ക് പ്രശ്നമല്ല, നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിലും. പക്ഷേ മലയാളത്തിന്റെ കവിയുടെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. കൊന്നതാരെന്നറിയില്ല, കൊല്ലിച്ചതാരെന്നറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, കൊല്ലപ്പെട്ടവൻ ഒരു മനുഷ്യനായിരുന്നു. കൊന്നതാരെന്നറിയില്ല, കൊല്ലിച്ചതാരെന്നറിയില്ല, പക്ഷേ കൊല്ലപ്പെട്ടവൻ ഒരു മനുഷ്യനായിരുന്നു. മനുഷ്യന്റെ ജീവിതം ഏറ്റവും പവിത്രമാണ്. ആ പവിത്രമായ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോഴാണ് അബ്ദുൽ നാസർ മഅദനി എങ്ങനെ കൊടുക്കപ്പെട്ടു എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഇത് ഗീലാനിയുടെ വാക്കുകളല്ല, ഇത് ഭാസുരേന്ദ്ര ബാബുവിന്റെ വാക്കുകളല്ല, ഈ വാക്കുകൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റേതല്ല, ഈ വാക്കുകൾ നീലലോഹിതദാസൻ നാടാറുടേതല്ല, ഈ വാക്കുകൾ കേരളത്തിന്റെ സാംസ്കാരിക നായകന്മാരുടേതല്ല, ഈ വാക്കുകൾ പടച്ചലോകത്തിന്റെ പരിശുദ്ധമായ തമ്പുരാൻ വിശുദ്ധമായ അല്ലാഹുവിൽ നിന്ന് വിശുദ്ധ ലോകത്ത് നിന്ന് വിശുദ്ധനായ മാലാഖയ ജിബ്രീലിലൂടെ വിശുദ്ധനായ പ്രവാചകന് വിശുദ്ധ ഭൂമിയിൽ വിശുദ്ധമായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ വാക്യത്തിന്റെ വിശുദ്ധ വേദം. ആ വിശുദ്ധ വേദത്തിന്റെ വാക്കുകളാണിതെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒരു കാലത്തെ നിങ്ങൾ ഓർക്കുക, ആ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. ആ മനുഷ്യനാരെന്നറിയുമോ? ലോക ചരിത്രത്തിൽ അഹങ്കാരത്തിന്റെ പ്രതീകമായി മാറിയ, ചരിത്രത്തിന്റെ തുല്യതയില്ലാതെ അഹങ്കാരത്തിന്റെ ഗർവപർവ്വതത്തിലോട്ട് കടന്നുപോയ ഏറ്റവും വലിയ അഹങ്കാരിയായ മനുഷ്യൻ. ആരായിരുന്നു അയാൾ?
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖസസ് ആണ് പറയുന്നത്. ആകെ ഒരു മണിക്കൂറാണ് എനിക്ക് പരമാവധി കിട്ടുക. അതുകൊണ്ട് ഖുർആനും മഅദനിയും എന്ന വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ. ഇത് ബുഖാരി പറഞ്ഞ ഹദീസല്ല. ഇത് മഅദനിയെ കുറിച്ച് ബുഖാരി പറഞ്ഞിട്ടുണ്ടോ? ഇത് ഖുർആനും മഅദനിയെ കുറിച്ച് ആയത്തിറങ്ങിയിട്ടൊന്നും ചോദിക്കരുത്. കാരണം ചരിത്രം അവസാനിക്കാനുള്ളതല്ല. പക്ഷെ അവിടെ നമ്മൾ ആരാവണം എന്നുകൂടി ഖുർആൻ പറയുന്നുണ്ട്. അതുകൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി. ഒന്നാം ഇവരെ മനുഷ്യന്മാർ 4 മണിക്ക് തുടങ്ങിയ ഒരു സദസ്സ് ഏതാണ്ട് 9:30 മണി 5:30 മണിക്കൂർ ഇരിക്കുന്ന ഒരാള് ആമീൻ പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒന്നുകിൽ ഇത് നിൽക്കണമെന്നുള്ള ആഗ്രഹം. ആമീൻ പല സമയത്ത് പറയേണ്ടി വരും. ചില ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ ആ ദുആ നിൽക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടി വരും. പടച്ചവൻ ഇതൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് കൈ അഴിച്ചിട്ട് പോകാൻ പറ്റുമല്ലോ. പക്ഷെ മാത്തൂർ ഉസ്താദ് അങ്ങനെയല്ല. ഏറ്റവും കബൂലിയത്തുള്ള ദുആയാണ്. എനിക്ക് അനുഭവമുണ്ട്. ചില ആളുകൾ നമ്മൾ ദുആ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ആമീൻ പിടിക്കുന്ന ദുആ ചെയ്യും. പടച്ചവനൊന്നും തീർക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് തുടങ്ങിപ്പോയ സമയം അങ്ങോട്ട് നീണ്ടുപോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 10:30 ആകുമ്പോൾ മാത്തൂർ ഉസ്താദി സദസ്സിൽ 10:30 ഉസ്താദ് ഇരുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വിശാലമായ വിഷയം തുടങ്ങിയാൽ വലിയ പ്രശ്നവും. ഞാൻ വളരെ ചുരുക്കി അവസാനിക്കുക. തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ നിർത്താൻ വലിയ പാടാണ്. ചില ചെറുപ്പക്കാർ വന്നിട്ട് ഒരു ഉസ്താദെ കല്യാണം നോക്കിയിട്ട് നടക്കണില്ല, ഒന്ന് എന്തെങ്കിലും ഒരു മന്ത്രം പറയാം. അപ്പൊ നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കും, നീ ഒരു 3 യാസീൻ ഓതി. സയ്യിദ് സലമി റളിയല്ലാഹു അൻഹു 3 യാസീൻ ഓതി കെട്ടാൻ പറ്റും. അവൻ 3 യാസീൻ ഓതി 31-ാം ദിവസം കല്യാണം നടക്കും. കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നീട് അവൻ ഒരു ഉസ്താദ് ഇതൊന്ന് ഒഴിവാക്കാൻ എന്തോ തോന്നണം. അപ്പൊ ഖത്ത് ഓതേണ്ടി വരും. ഇത് കെട്ടാൻ യാസീൻ ഓതിയാൽ മതി, പക്ഷെ ഇത് ഒഴിവാക്കണേ പിന്നെ 3 ഖത്ത് ഇരുന്ന് ഓതേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തുടങ്ങാനായിട്ട് അങ്ങോട്ട് പോകും. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഖസസ്. ഞാൻ ഈ ആയത്ത് അതിന്റെ പശ്ചാത്തലം പറയും. നിങ്ങളുടെ മനസ്സിൽ കഥാപാത്രം മാറണം. മഅദനിയായിരിക്കും. മഅദനി ഉസ്താദ് കടന്നു വന്ന ഒരു സാഹചര്യത്തിനും അദ്ദേഹത്തിനുണ്ടായ അവസ്ഥയ്ക്കും ഈ ഒരു ബന്ധമുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇത് ഖുർആന്റെ വാക്കാണ്, പടച്ചതമ്പുരാന്റെ വാക്കാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകും. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു കഥാപാത്രത്തെ പറയുന്നു. ആ കഥാപാത്രം ആരും ആവാം. إن فرعون علا في الأرض وجعل أهلها شيعا ويستضعف طائفة منهم ويذبح أبناءهم ويستحيي نساءهم وإنا فوقهم قاهرون. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്തവരോട്, മനസാക്ഷി മറ്റൊരാളുടെ മുമ്പിൽ പണയം വെക്കാത്തവരോട് അള്ളാഹ് പറയുകയാണ്, നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയആ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി, സർവാധിപതി, സ്വേച്ഛാധിപതിയുമായ ഫറോവ, നാം പറയുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, ആ ഫറോവ ലോകം വാണിരുന്ന കാലം ഈജിപ്ഷ്യൻ സാമ്രാജ്യം മുഴുവനും ഫറോവയുടെ അധികാരത്തിന്റെ കാൽപ്പാടങ്ങളുടെ താഴെ കടന്ന സംഭവം. ആ സമയത്ത് ഫറോവ എന്ന ഭരണാധികാരി ചെയ്തതെന്താ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫറോവ ചെയ്തതെന്നറിയോ? ആ നാട്ടിൽ സമാധാനത്തോടെ ജീവിച്ച ജനതകളെ ആ ഫറോവ അധികാരത്തിന്റെ ഏറ്റവും വലിയ കൽപ്പനകൾ ഉപയോഗിച്ചിട്ട് അവരെ പല വിഭാഗങ്ങളാക്കി മാറ്റി, പല വർഗങ്ങളായി, ഗോത്രങ്ങളാക്കി. ഹിബ്തിയും ബനൂ ഇസ്രായേൽ എന്ന 2 വിഭാഗമാക്കിയിട്ട് വർഗീയതയുടെ വിഷവിത്തുകൾ അവരുടെ മനസ്സിലോട്ട് പാകിക്കൊടുത്തപ്പോ അവരെ ഭിന്നിച്ചുകൊണ്ട് ഫറോവ തന്റെ അധികാരത്തിന്റെ കാലുകൾ ഉറപ്പിച്ചപ്പോ അല്ലാഹ് പറയുകയാണ്, ഫറോവ ചെയ്ത ആദ്യത്തെ ജോലി എന്തെന്നറിയോ? ആ താമസിച്ചിരുന്ന ജനതകളെ, ഒന്നുമറിയാത്ത ജനതകളെ 2 ഭാഗമായി വിഘടിപ്പിച്ചു. എന്നിട്ട് അവരുടെ ഇടയിൽ ജാതിയുടെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ തീവ്രവാദം കുത്തിനിറപ്പിച്ചപ്പോ, അവരെ ഭിന്നിപ്പിച്ച് ഭരിപ്പിച്ചപ്പോ, സഹോദരങ്ങളെ, അഭിനവകാല ഫറോവമാർ, ഇന്ത്യ രാജ്യത്തിന്റെ അഭിനവകാല ഫറോവമാർ, ഈ ഇന്ത്യ രാജ്യത്തിന്റെ പ്രബലമായ 2 മതവിഭാഗങ്ങൾ, ഒന്ന് ഹൈന്ദവരും ഒന്ന് മുസ്ലിമീങ്ങളും, അവരെ പരസ്പരം രണ്ടാക്കി മാറ്റി മതവിഭ്രാന്തിയുടെ, മതവർഗീയതയുടെ ഏറ്റവും വലിയ കുരുക്കുകളിൽ അവരെ തളച്ചിട്ടപ്പോ അഭിനവകാല ഫറോവമാർ അവസാനിച്ചിട്ടില്ല. സാക്ഷാൽ ഫറോവയെ ചെങ്കടലിൽ ചത്തിട്ടുള്ളൂ. ആ ഫറോവയുടെ പ്രേതം ചത്തിട്ടില്ല. ആ ഫറോവയുടെ പ്രേതം ഇങ്ങനെ അരഞ്ഞു
തിരിഞ്ഞ് നടക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു പിന്നീട് ചെയ്തതെന്തെന്നറിയോ? ആ നാട്ടിലെ അപരരായ ദളിതുകളായ ന്യൂനപക്ഷങ്ങൾ സഹോദരങ്ങളെ അർത്ഥം വെക്കുക, നാട്ടിലെ ദളിത് ന്യൂനപക്ഷങ്ങൾ അധികാരത്തിന്റെ സവർണ്ണ തമ്പുരാക്കന്മാർ അവരുടെ അടുക്കളപ്പുറങ്ങളിലെ ഏറ്റവും വലിയ അടിമകളായി മാറ്റിവെച്ചപ്പോ ഫറോവ ചെയ്ത രണ്ടാമത്തെ ജോലി, കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് നീട്ടിപ്പടുത്തി പറയാനുള്ള സമയമില്ല, ദളിതുകളെ മുഴുവനും അടിച്ചമർത്തി അവരെ മുഴുവനും അടിമകളാക്കി സമൂഹത്തെ മാറ്റിയപ്പോ സവർണ്ണ മേധാവിത്വത്തിന്റെ മുമ്പിൽ വരാനുള്ള ബനൂ ഇസ്രായേലി സമൂഹത്തിന്റെ വയലേലകളിലെ കലപ്പകളായി ഉടുതുമറിക്കാൻ വേണ്ടി അവർ വിധിക്കപ്പെട്ടപ്പോ സഹോദരങ്ങളെ ആ നാട്ടിലെ പെണ്ണുങ്ങളെ മാനഭംഗം ചെയ്തപ്പോ, ആ നാട്ടിലെ പെണ്ണുങ്ങളെ മാനം കെടുത്തിയപ്പോ, ആ നാട്ടിലെ പെണ്ണുങ്ങളെ മാനം കെടുത്തിയപ്പോ ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കി, ആയിരക്കണക്കിന് ദളിതുകളെ അടിച്ചമർത്തി, നൂറുകണക്കിന് പെണ്ണുങ്ങളുടെ മാനം പിച്ച് ചീന്തിയിട്ട് അധികാരത്തിന്റെ സിംഹാസനത്തിൽ വർഗീയതയുടെ കാട്ടുകൾ ഇറക്കിയിട്ട് ഫറോവമാര് വിരസിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, എത്ര നാളാണ് ഇവരെ ഇങ്ങനെ അടിച്ചമർത്തുക, എത്ര നാളാണ് ഇവർക്കെതിരെ ഏറ്റവും വലിയ വർഗീയതയുടെ കാട് ചുമത്തുക, ഇവർക്കൊരു രക്ഷകൻ വേണ്ടയോ, ഇവർക്കൊരു ഒരു പുനരുത്ഥാനകൻ വേണ്ടയോ? അല്ലാഹു പറയുകയാണ്, വനുരീദു അൻ നമുന്ന അലല്ലദീന സ്തുളയിഫൂ ഫിൽ അർദ് വനജഅലുഹും അഇമ്മാ വനജഅലുഹുൽ വാരിഥീൻ. വനുരീദു നാം ആഗ്രഹിച്ചു, അല്ലാഹു പറയുന്നു, വനുരീദു നാം ആഗ്രഹിച്ചു അന്നമുന്ന അലല്ലദീന സ്തുളയിഫൂ ഫിൽ അർദ്, ഈ ഭൂമിയിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട ദളിതുകളെയും അവണ്ണരെയും അവർക്ക് ഞാൻ ഇസ്സത്ത് കൊടുക്കണമെന്ന്, അഭിമാനം കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോ അല്ലാഹുവിന്റെ തീരുമാനം വന്നു. ആ തീരുമാനം പൂർത്തീകരിക്കാനാണ് ഈജിപ്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ അടിമത്തത്തിന്റെ മേഖലയിലേക്ക് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ദാർശനികനായ പുരുഷൻ ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗതനായത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഈ രാജ്യത്തിന്റെ അവങ്ങ വിഭാഗങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, ആയിരക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ ശവസംസ്കാരം നടക്കാനില്ലാത്തപ്പോ, സ്വന്തം അമ്മ മരണപ്പെട്ട് കഴിയുമ്പോ സ്വന്തമായിട്ട് തലചായ്ക്കാൻ ഒരു കൂരയില്ലാതെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ട് കഴിയുമ്പോ ആ മാതാവിന്റെ കബറടക്കാൻ, ശവമടക്കാൻ ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ലാതെ ഇത്രയും നാളം അടുക്കള ജോലി ചെയ്ത സവർണ്ണ തമ്പുരാക്കന്മാരുടെ മുമ്പിൽ പോയിട്ട് മാതാവിന്റെ മൃതശരീരവും കയ്യിൽ പിടിച്ചിട്ട് എന്റെ മാതാവിന്റെ ശവമടക്കാൻ ഒരു തുണ്ട് ഭൂമി വേണമെന്ന് സവർണ്ണ മേധാവിത്വത്തിന്റെ മുമ്പിൽ യാചകന്റെ വിനീത വിധേയന്റെ വിദ്വേഷം കിട്ടുമ്പോ ആ സമയത്ത് ഒരു തുണ്ട് മണ്ണ് കൊടുത്തില്ലെന്ന് മാത്രമല്ല, കൂട്ടിൽ കിടക്കുന്ന പട്ടിയെ കയറടിച്ചു വിടുമ്പോ ആ സമയത്ത് പ്രിയപ്പെട്ട മാതാവിന്റെ ജഡശരീരവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി ഓടി അവസാനം നൊന്ത് പ്രസവിച്ച മാതാവിൽ മരിച്ചു കഴിയുമ്പോൾ കുടിച്ചിടാൻ ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ലാതെ അവസാനം മാതാവിന്റെ മൃതദേഹം കയ്യിലിരുന്നിട്ട് കൊടുത്തു നാറുമ്പോ ഒന്നിനും കഴിയാതെ കണ്ണുകണ്ടാട്ട കണ്ണുനീര് സാക്ഷി വെച്ച് ആ മാതാവിന്റെ ശരീരത്തിൽ ബലമുള്ള കല്ല് കെട്ടിവെച്ചിട്ട് മാതാവിന്റെ മൃതശരീരം വേമ്പനാട്ടുകായലിലേക്ക് വലിച്ചെറിഞ്ഞ് കല്ലിന് കെട്ടിയ മാതാവിന്റെ മൃതശരീരം അടക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലാതെ വേമ്പനാട്ടുകായലിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാട്ടുപാടിയ എനിക്കുന്നൊരു പിടി മണ്ണ് വേണം, എന്റെ അമ്മയ്ക്കൊരു പട്ടട തീർക്കുവാൻ, എനിക്കുന്നൊരു പിടി പൂ വേണം, എന്റെ അമ്മയ്ക്കൊരു അഞ്ജലി തീർക്കുവാനെന്ന് പാടിയ കല്ലറ സുകുമാരനെ പോലെയുള്ള ആയിരക്കണക്കിന് അധകൃതന്മാര് പാടുപെട്ടപ്പോ അവിടേക്ക് കടന്നു വന്ന മൂസയെ പോലെ, അവിടേക്ക് കടന്നു വന്ന മൂസയെ പോലെ ഈ മലയാള ഭൂമിയിലോട്ട് കടന്നു വന്നു പാടില്ല, പാടില്ല, ഇവരെ അടിച്ചമർത്താൻ പാടില്ല. പകൽപൂരിലെയും മീററ്റിലെയും ഭീവണ്ടിയിലെയും കാശ്മീരിലെ പെണ്ണുങ്ങളെ മാനഭംഗം ചെയ്യപ്പെടാൻ പാടില്ല, ഇവിടെ വർഗീയതയുടെ ആലോചനകൾ ഉണ്ടാവാൻ പാടില്ലെന്ന് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വകാന ഇന്നനീ മിനൽ മുസ്ലിമീൻ. പാടില്ല എന്ന് പറയുന്ന അരുതേ എന്ന ശബ്ദവുമായി കടന്നു വന്നു ഈജിപ്തിലേക്ക് കടന്നു വന്ന മൂസാ നബിയെ പോലെ ബഹുമാനായ അബ്ദുൽ നാസർ മഅ്ദനി പാടില്ല. ഈ മർദ്ദനങ്ങൾക്കൊരു അവസാനം ഉണ്ടാവണം, അതിനു വേണ്ടിയാണല്ലോ മൂസ വന്നത്. അബൂജഹലിന്റെ പ്രേതം ചത്തിട്ടില്ല, പക്ഷെ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അന്വേഷിക്കേണ്ടി വരും.
നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അതുകൊണ്ട് ആ കാലഘട്ടത്തെ ഖുർആനുമായിട്ട് ബന്ധപ്പെടുക. ഇവിടെ ഒരു വലിയ സംഭവം ഖുർആൻ പറയുന്നു. ഫറോവയുടെ കാലളവിൽ, ഫറോവയ്ക്ക് ഹാലളവി, ഞാൻ ഭരിച്ചിരുന്ന ഈ സമുദായത്തിൽ എനിക്കെതിരെ വിരളെടുക്കാൻ, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ആർക്കാണ് ധൈര്യമുള്ളത്? ഫറോവ എന്ത് ചെയ്തെന്നറിയുമോ? സഹോദരങ്ങളെ, മഅദനിക്ക് സംഭവിച്ചത് തന്നെ മൂസയ്ക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ മൂസയ്ക്ക് സംഭവിച്ചത് മഅദനിക്ക് സംഭവിച്ചു അലൈഹി വസ്സലാത്തു വസ്സലാം. ഒന്നുകിലും മൂസാ നബിക്ക് സംഭവിച്ചത് തന്നെ മഅദനിക്ക് സംഭവിച്ചു. എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ആ സംഭവിച്ചത് വേറെ മറ്റൊന്നുമായിരുന്നില്ല. എന്താണ് സംഭവമെന്ന് ചോദിച്ചാൽ, തന്റെ അധികാരത്തിനെതിരെ, താൻ കൂട്ടുകൂട്ടിയ സാമ്രാജ്യത്വത്തിനെതിരെ ആദ്യമായി ഒരു മനുഷ്യൻ നടന്നു വരികയും ആ മനുഷ്യൻ തന്റെ നാട്ടിലെ മുഴുവൻ ആളുകളെയും സംഘടിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സമയത്താണ് ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫറോവ പറഞ്ഞത്, ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് പോയി. ചരിത്രം ഞാൻ ആവർത്തിക്കുന്നില്ല. ഫറോവയുടെ കൊട്ടാരത്തിന്റെ മുമ്പിൽ പോയിട്ട്, ഫറോവ, നീ ചെയ്യുന്നത് ഏറ്റവും വലിയ അക്രമമാണെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഫറോവ ചോദിച്ചു, നീ ആരടാ അത് പറയാൻ? ഫറോവ ചോദിച്ചു, നീ ആരടാ അത് പറയാൻ? നീ ആരാ? ഞാൻ എത്രയോ നാളുകൊണ്ട് ഇവിടെ വാണരുളുന്നവനാണ്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ മൂസാ നബിയോട് ഫിർഔൻ തന്റെ സാമ്രാജ്യത്തിൽ ഇരുന്നിട്ട് ചോദിച്ചു, ആരാണ് മൂസാ നീ പറയണ അള്ളാഹ്? ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ പറയുന്ന അള്ളാഹ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ് ഭൂമിയിലേക്ക്. ആ സമയത്ത് പൊട്ടിച്ചിരിച്ചിട്ട് ഫിർഔൻ പറഞ്ഞു, മൂസ, എന്നാലും നിന്റെ അള്ളാഹ്ക്ക് മേലെ ഞാനാ. കാരണം എന്താ? ആകാശത്തിൽ നിന്ന് നിന്റെ അള്ളാഹ്ക്ക് മഴ പെയ്യിപ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്റ, ഈ ഭൂമി എന്റേതാണ്. നിന്റെ അള്ളാഹ്ക്ക് മഴ പെയ്യിപ്പിക്കണം എന്നോട് ചോദിച്ചിട്ട് വേണോടാ മൂസ ചെയ്യാൻ. അപ്പൊ നിന്റെ അള്ളാഹ്ക്ക് മേലെ ആരാ? നിന്റെ അള്ളാഹ്ക്ക് മേലെ ആരാ? ഞാനാണ്. ആ ഫറോവയുടെ വംശം തത്തിട്ടില്ല. ഈ ഭൂമിയിൽ സംസാരിക്കണമെങ്കിൽ ഈ ഭൂമി ഞങ്ങളുടേതാണ്, ഞങ്ങൾ മാത്രം ഇവിടെ വാണാൽ മതി, അതിനപ്പുറത്തേക്ക് വേറൊരുത്തൻ വാണരുളണ്ട എന്ന അഭിനവ കാല ഫറോവൻ ചിന്താഗതി. യഥാർത്ഥത്തിൽ അതല്ലേ നടന്നത്? യഥാർത്ഥത്തിൽ അതല്ലേ നടന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഫറോവയുണ്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ. പക്ഷെ ഫറോവ ആരാന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അബ്ദുൽ നാസർ മഅദനിയെ തളയ്ക്കുന്ന, ബുദ്ധിപൂർവ്വം തളയ്ക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. പക്ഷെ ഫറോവ ആരെന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും അറിയാം, ഒന്നുകിൽ അത് വെളിയിൽ വന്നിട്ടില്ല. ആ ഫറോവയെ കണ്ടെത്തലാണ് നമ്മുടെ ധർമ്മം. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഈ ഫറോവയെ കണ്ടാലുമില്ലെങ്കിലും എന്റെ പൊന്നു സഹോദരങ്ങളെ, മൂസാ നബിയുടെ നേരെ നിന്ന് ഫറോവ ചങ്കടലിലാ മുങ്ങിച്ചെത്തത്. ഈ ഫറോവയും ഒന്നുകിൽ ഏതെങ്കിലും ഒരു അഗാധഘട്ടത്തിൽ മുങ്ങിച്ചാവുകയുള്ളൂ എന്ന് ഉറപ്പ്. ചരിത്രം അങ്ങനെ ആവർത്തിക്കപ്പെടും. ചരിത്രം അങ്ങനെ ആവർത്തിക്കപ്പെടും. ആ ഫറോവയ്ക്ക് ഒരു മാനസാന്തരം ഉണ്ടാവും. ആ ഫറോവയ്ക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാകും. പക്ഷെ ഈ ഫിറൗനിന് പോലും മനസ്സിലുണ്ടായി. എല്ലാവർക്കും അറിയാം, അബ്ദുൽ നാസർ മഅദനിയോട് ചെയ്യുന്നത് അനീതിയാണെന്ന് ആർക്കും അറിയാം. പക്ഷേ ഫറോവയ്ക്ക് പോലും അറിയാം മൂസാ നബി പറയുന്നത് സത്യമാണെന്ന്. തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ, തന്റെ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ ഫറോവ പറഞ്ഞതായിരുന്നു. പക്ഷേ സഹോദരങ്ങളെ, ഈ ഫറോവയ്ക്കും ഒരു മാറ്റമുണ്ടായി. ഈ ഫറോവയ്ക്കും ഒരു മാറ്റമുണ്ടായി. എപ്പോഴെന്നറിയോ? അവസാനം ചെങ്കടലിൽ കിടന്നിട്ട് മുങ്ങിച്ചാടുമ്പോ, ചെങ്കടലിലെ ഉപ്പുവെള്ളം തന്റെ അണ്ണാക്കിലോട്ട് കുത്തിയിറങ്ങുമ്പോ, ആ സമയത്ത് ഈ ഫിറൗൻ പോലും പറഞ്ഞു പോയി, ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ. ചെങ്കടലിന്റെ തിരമാലകളിൽ മുങ്ങിച്ചാടുമ്പോ ആ സമയത്ത് ഫിറൗൻ പറഞ്ഞു പോയി, അല്ലാഹുവേ, അല്ലാഹുവേ, ബനൂ ഇസ്രായീൽ പറഞ്ഞ അല്ലാഹുവിനെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. അബ്ദുൽ നാസർ മഅദനിക്ക് തടവറപ്പെട്ടവരാരാണെങ്കിലും, ആരുടെയൊക്കെ ഗൂഢതന്ത്രങ്ങളാണെങ്കിലും, വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. അവസാനം മരിക്കുന്ന സമയത്ത് ഫറോവ ചെങ്കടലിൽ കിടന്നിട്ട് പിടഞ്ഞു പോയെങ്കിൽ, ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇത്രയേറെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയ അഭിനവകാല ഫറോവമാർ അവസാനം മരിക്കുന്ന സമയത്ത് പിടഞ്ഞേ മരിക്കുകയുള്ളൂ. ആ മനുഷ്യൻ അനുഭവിച്ചതിന്റെ 10 ഇരട്ടി അനുഭവിച്ചിട്ടല്ലാതെ അഭിനവകാല ഫറോവ തിരശ്ശീലക്കുള്ളിലാവട്ടെ, തിരശ്ശീലയുടെ മുന്നിലാകട്ടെ, ഈ തിരക്കഥകൾ എവിടെ രചിക്കപ്പെടട്ടെ, ഈ തിരക്കഥകൾ എവിടെ സംവിധാനം ചെയ്യപ്പെടട്ടെ, സംവിധായകൻ അപ്രത്യക്ഷനാകട്ടെ. പക്ഷേ ഈ പുരുഷാരത്തെ സാക്ഷി നിർത്തി, ഈ അഗതി അനാറ് മക്കളെ സാക്ഷി നിർത്തി, അൻവാർ ശരീര ആരിമീങ്ങളെ സാക്ഷി നിർത്തി, അഹമ്മദ് കബീർ എന്ന ഒന്നും അറിയാത്തവന്റെ കൽപ്പനമല്ല സഹോദരങ്ങളെ, ഖുർആന്റെ വാക്യമാണ്. ഈ അഭിനവകാല ഫറോവമാർ
ചെങ്കടലിൽ ഉപ്പുവെള്ളം അണ്ണാക്കിൽ കുത്തിയപ്പോ ഫറോവയ്ക്ക് വരെ മാനസാന്തരമുണ്ടായി. ഇൻഷാ അല്ലാഹ് പറയും, മരണക്കിടക്കയിൽ പഴങ്കട്ടിൽ കിടന്നിട്ട് പുഴുവിനെ പോലെ പിടയുമ്പോ ആ സമയത്ത് കൈകാലിട്ടടിച്ചിട്ട് പറയും, ഒരു നിരപരാധിയായ മനുഷ്യന് ഞങ്ങൾ ചെയ്തൊരുക്കിയ ക്രൂരതയുടെ പ്രതിഫലമാണിതെന്ന്. ഒരു പാവപ്പെട്ട ഭാര്യയുടെ ആരും അറിയാതെ 10-12 വർഷം ഭർത്താവിനെ അറിയാതെ ജയിലറക്കൊണ്ടിരിക്കുന്ന ഭർത്താവിനെ ഓർത്ത് ഒരു പാവപ്പെട്ട ഭാര്യയുടെ കണ്ണുനീരിന്റെ ഫലമാണിതെന്ന്. ഇറങ്ങിപ്പോകുമ്പോൾ വലത്തേക്കവളിൽ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്ത ഒരു പൊന്നുമോന്റെ കണ്ണുനീരിന്റെ പ്രതിഫലമാണിതെന്ന്. ഈ തിരക്കഥയുടെ പിന്നിൽ ആരുമാകട്ടെ സൂറത്തുൽ ഖസസാണ് പറയുന്നത്, വല്ലാഹി എന്നെയും നിങ്ങളെയും ഈ പച്ച മണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ദുനിയാവിന്റെ കോടതിയിൽ അവർ ശിക്ഷിക്കപ്പെടില്ലായിരിക്കാം, ഇവിടുത്തെ അണിയറയിൽ അവർ വെളിയിൽ വരില്ലായിരിക്കാം. പക്ഷേ മരണത്തെ സൂക്ഷിച്ചു കൊള്ളുക, അവസാനം പടഞ്ഞ് മരിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ഒരു കാര്യം ഓർക്കുക, ചരിത്രത്തിന്റെ ദൗത്യമേറ്റെടുക്കുക. സത്യം പറഞ്ഞപ്പോൾ, സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ, ഇത് അസത്യമാണെന്ന് ആളുകൾ പറഞ്ഞപ്പോ ആ സമയത്താണ് ഫറോവ പറഞ്ഞത്, മൂസയെ ഇങ്ങനെ വിട്ടാല് പറ്റില്ല, മൂസയെ വെറുതെ വിട്ടാല് പറ്റില്ല, മൂസയെ വെറുതെ വിട്ടാല് പറ്റില്ല. ഫറോവയുടെ വലതുഭാഗത്ത് ആ വലതുഭാഗത്ത് ഒരു കിങ്കരൻ ഉണ്ടായിരുന്നു. ആ കിങ്കരനോടാണ് ഫറോവ പറഞ്ഞത്, ആ കിങ്കരനോടാണ് ഫറോവ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, വഖാല ഫിർഔനു യാ ഹാമാനു ബിനി സർഹാ ലഅല്ലി അബ്ലുൽ അസ്ബാബ്. അൻവാർ ശരിയുമായിട്ട് ഈ ആയത്തിന് ബന്ധമുണ്ട്. ആദ്യം മൂസയെ തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സഹോദരങ്ങളെ, മൂസയെ കൊന്നില്ല, ആ സമയത്ത് മൂസയെ പിടിച്ചില്ല. മൂസ പറയുന്ന അള്ളാനെ പിടിച്ചു. ഫറോവ പറഞ്ഞു, ഹാമാനന്ദ മന്ത്രിയോട് ആകാശത്തിലേക്കൊരു ഗോപുരം പണിയുക, ആകാശ ഗോപുരം പണിയുക. ഈ മൂസ പറഞ്ഞത് അള്ളാഹ് ആകാശത്തിലുണ്ടെന്നാണ്. ആകാശത്തിലേക്കൊരു ഗോപുരം പണിയുക. ഹാമാനന്റെ സർവാഡംബര വിഭൂഷിതനായ സാമ്പത്തിക അടിത്തറയുണ്ട് ഹാമാനും ഫിറഔനും. ആകാശത്തെ ചുറ്റി നിൽക്കുന്നൊരു വലിയ അമ്പര ചുണ്ടിയായ ഗോപുരം പണിയപ്പെട്ടു. ഫറോവ പറഞ്ഞ ആ മൂസാന്റെ അള്ളാനെ ഞാൻ അമ്പെയ്ത് വീട്ടാൻ പോവുകയാണ്, മൂസാടെ അള്ളാനെ ഞാൻ കാണിച്ചു കൊടുക്കാം. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി അധികാരത്തിന്റെ മത്ത് പിടിച്ച, സമ്പത്തിന്റെ മത്ത് പിടിച്ച ഫറോവ പറഞ്ഞു, അള്ളാനെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. നൂറുകണക്കിന് ആളുകൾ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരശതം പരിവാരങ്ങളുടെ നടുവ് സർവാഡംബര വിഭൂഷിതനായി വില്ലും കുലച്ചുകൊണ്ട് ഫറോവ കയറി ആകാശത്തിന്റെ മുകളിലുള്ള ഗോപുരത്തിലേക്ക്. ആ ഗോപുരത്തിന്റെ ഉച്ചസ്ഥായിലെത്തി ആകാശത്തിന്റെ തമ്പുരാന് നേരെ അസ്ത്രം പ്രയോഗിച്ചു സാക്ഷാൽ ഫറോവ. സഹോദരങ്ങളെ, ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോ അസ്ത്രം ആകാശ സീമകളിലോട്ട് കടന്നുപോയി, ആകാശ സീമകളിലോട്ട് കടന്നുപോയി. പക്ഷേ ഫറോവ ഗോപുരം കുലുങ്ങിയിട്ട് ഫറോവ ചത്തിട്ടില്ല. സഹോദരങ്ങളെ, അറിയുക, അള്ളാഹ്ക്ക് വേണമെങ്കിൽ ആ ഗോപുരം ഒന്ന് കുലുക്കിയാൽ പടച്ചതമ്പുരാന് ഫറോവയെ തള്ളിയിട്ടുമല്ല, ആളുകളുടെ മുമ്പിൽ പിടഞ്ഞു മരിക്കും. പക്ഷേ ഗോപുരം കുലുങ്ങിയില്ല, ഫറോവ താഴെ വീണില്ല. ഫറോവ അതിന്റെ മുകളിൽ പൊട്ടിച്ചിരിച്ചിട്ട് നിന്നു. എന്തേ നിങ്ങൾ ചിന്തിക്കാത്തതെന്താ? അൻവാസയിലെ ആയിരക്കണക്കിന് അഗതി അനാഥ മക്കൾ ഞങ്ങളുടെ ഉസ്താദിനെ മോദിപ്പിക്കണേന്ന് ദുആ ചെയ്യുമ്പോ, ആയിരക്കണക്കിന് ആളുകൾ ദുആ ചെയ്യുമ്പോ, എത്ര ആളുകൾ കാസർഗോഡ് ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോ പള്ളിക്ക് വേണ്ടി പൈസ പിരിക്കുകയാണ്, സ്വർണം പിരിക്കുകയാണ്. സ്വർണം ധാരാളം കിടന്നു വന്നു. നിങ്ങളുടെ ആഗ്രഹമേടാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. ആഗ്രഹം പറയ ദുആ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, കാസർഗോഡ് ജില്ലയിൽ എന്റെ കയ്യിലാണ് വന്നത് 2 പവൻ വീതമുള്ള 2 വള. ഒരു സുന്ദരി പെൺകുട്ടി ഊരിക്കുന്നു. എന്താ അതിന്റെ ആഗ്രഹമെന്നറിയോ? എന്റെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ അവളെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദായിരിക്കാം, അവളുടെ മദ്രസയിലെ മുഅല്ലിമായിരിക്കാം. ഞാൻ എഴുതി ചോദിച്ചു, ആരാണ് ഉസ്താദ് എന്ന് പറയുക? എനിക്ക് എന്റെ ഭൂമുഖത്തിൽ ഒരൊറ്റ ഉസ്താദേ ഉള്ളൂ, അത് മഅ്ദനി ഉസ്താദാണ്, അത് മഅ്ദനി ഉസ്താദാണ്. നിസ്കാരമില്ലാതെ തലമറക്കാത്ത നടന്ന ഞാൻ മഅ്ദനി ഉസ്താദിന്റെ വഅദ് കേട്ടിട്ടാണ്. സഹോദരങ്ങളെ, കാസർഗോഡ് പ്രസംഗങ്ങളിൽ ഞാൻ ഇറങ്ങുമ്പോ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ആ പെൺകുട്ടി എന്നെ കാണാൻ വന്നു. ആ പെണ്ണ് പറഞ്ഞ വാക്കാണ്, ഞാൻ പറഞ്ഞതല്ല. മഅ്ദനി ഉസ്താദിന്റെ പ്രസിദ്ധമായൊരു പ്രഭാഷണമുണ്ടല്ലോ, നിസാഉൽ കാസിയാത്തുൻ നാരിയാത്തുൻ മായിരാത്തുൻ മുമീരാത്തുൻ റഊസുഹുന്ന കാസ്നിമത്ത് ബുഖത്ത് മായിരാ
ഉടുത്തിട്ടും ഉടുക്കാത്ത പെണ്ണുങ്ങൾ ആ ഒരൊറ്റ പ്രസംഗം കേട്ടിട്ട് ഉസ്താദേ ഞാൻ മഅദനി ഉസ്താദിന്റെ വയത് കേട്ടിട്ട് തലയിൽ തട്ടമിട്ടടാ, അന്ന് മുതൽ ഞാൻ നമസ്കാരം കേട്ടിട്ടില്ല, എന്റെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് 2 പവന്റെ ഒരു വളയല്ല 2 പവനോളം വരെ 2 വള ഊരി തന്നിട് കാസർഗോഡ് ജില്ലയിൽ ഞാൻ എന്റെ കൈവെള്ളയിൽ വാങ്ങിച്ചതാ, എന്റെ കൈവെള്ളയിൽ വാങ്ങിച്ചതാണ്. ആയിരക്കണക്കിന് ആളുകൾ ദുആ ചെയ്യുമ്പോ, ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുമ്പോ എന്റെ സഹോദരങ്ങളെ മഅദനി ഉസ്താദ് രണ്ടാമതും ജയിലിൽ പോണെന്ന് ചോദിച്ച സഹോദരങ്ങളെ, ഫറോവയുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ താല്പര്യം അങ്ങനെയാ. അവരെ അല്ലാഹു പെട്ടെന്ന് കുറിക്കില്ല, അല്ലാഹു പകേനെ പന പോലെ വളർത്തും. അല്ലാഹുവിന്റെ തീരുമാനം എന്തെന്നറിയോ സഹോദരങ്ങളെ? നിരാശ വേണ്ട. അൻവാശരിയുടെ പാവപ്പെട്ട മക്കളെ നിരാശ വേണ്ട. പടച്ചറപ്പിന്റെ ദർബാറ് കുലുങ്ങാത്തതെന്ത? ഞങ്ങളുടെ ഉസ്താദിനെ മോചിപ്പിക്കാനെന്ത? ഉമർ മുസ്താദേ പൊന്നുമക്കളെ കണ്ണുനീരിന് വിലയില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ ഉപ്പയല്ലാഹു പ്രവാചകത്വത്തിന്റെ പരീക്ഷണം പഠിപ്പിക്കുകയാ. പ്രവാചകന്മാരുടെ പ്രവാചകത്വം അവസാനിപ്പിച്ചത് കൊണ്ട് യൂസുഫ് നബിയുടെ ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹു ഫറോവമാരോട് കാണിക്കുന്നത് എങ്ങനെയാ? പൊന്നുമോനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയുടെ അമ്പ് ആകാശത്തേക്ക് പോയി ജിബ്രീലിനോട് അല്ലാഹു പറഞ്ഞു, എന്നെ ലക്ഷ്യമാക്കി അമ്പ് പാഞ്ഞു വരുന്നത് കണ്ടോ? ജിബ്രീലേ പിടിച്ചെടുക്കുക. ഒരാടിന്റെ രക്തം അമ്പിന്റെ അഗ്രഭാഗത്ത് പുരട്ടിയിട്ട് അതേ ഫറോവയ്ക്ക് തന്നെ തിരിച്ചറിഞ്ഞു കൊടുക്കുക. സഹോദരങ്ങളെ, അമ്പിന് ആടിന്റെ രക്തം പുരട്ടിയിട്ട് നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്ത്രം താഴോട്ടിട്ട് കൊടുത്തു. പൊട്ടിച്ചിരിച്ചിട്ട് നിലവും പറഞ്ഞു അല്ലാഹു മരിച്ചു, അല്ലാഹു മരിച്ചു. അല്ലാഹുക്ക് വേണമെങ്കിൽ ഫറോവയെ കൈകാര്യം ചെയ്തുകൂടെ? പക്ഷേ മഅദനിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ടായി. സാക്ഷാൽ മഅദനി കിടന്നെടുത്ത് മഅദനി ഉസ്താദ് കിടന്നെടുത്ത് ഒരു ദിവസമെങ്കിലും യതിയൂരപ്പ് കിടക്കേണ്ടി വന്നത് അത് ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ്. അത് ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ്. ജയിലിന്റെ അടികൾ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല തുറക്കപ്പെടുക, ഒരാൾക്ക് മാത്രമല്ല തുറക്കപ്പെടുക. സഹോദരങ്ങളെ, മഅദനി ഉസ്താദിനെ സ്നേഹിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് ഞാൻ പറയുന്നു, നമ്മുടെ മനസ്സിൽ മഅദനി ഉസ്താദിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യമാണ് ഖുർആൻ പിന്നീട് പറയുന്നത്. ഖുർആൻ പിന്നീട് പറയുന്നത് അമ്പ് താഴേക്ക് വീണു. അല്ലാഹു ഫിറൗനെ തളർത്തിയില്ല. അല്ലാഹുവിന്റെ സമീപനം എങ്ങനെയാണ്? അല്ലാഹുവിന്റെ സമീപനം എങ്ങനെയാണ്? നമ്മുടെയൊക്കെ ചില അൻവാശരികൾ ദുആ നടക്കുന്നു, മാത്തൂർ ഉസ്താദ് ദുആ ചെയ്യാൻ വരുന്നു, എന്നിട്ടും അതിന് വെളി വരാത്തുണ്ട്. അപ്പൊ എന്താ ചെയ്തിട്ടുണ്ട്? അപ്പൊ എന്തൊക്കെ ന്യായങ്ങൾ കേൾക്കണം? അപ്പൊ എന്താ ചെയ്തിട്ടുണ്ട്? ഫറോവ അഹങ്കരിച്ചു, ആളുകളെ കൊന്നടുക്കി. ഇവിടെ അഗതികൾ ദുആ ചെയ്തു, അനാഥകൾ ദുആ ചെയ്തു, മാത്തൂർ ഉസ്താദ് ദുആ ചെയ്യുന്നു, ഞാൻ ദുആ ചെയ്യുന്നു, നിങ്ങൾ ദുആ ചെയ്യുന്നു. നമ്മളാരും ഒരു പ്രവാചകന്റെ ദുആയോളം എത്തൂല്ലല്ലോ. എത്തുവോ? ഒരു പ്രവാചകന്റെ ദുആയോളം നമ്മുടെ ദുആ എത്തുവോ? അതതിനേക്കാളും വലിയ ആളുകളുണ്ട്. ഇപ്പൊ അങ്ങനെയാണ്, എല്ലാവരും വലിയ മഹാനാകുന്ന ആളുകളാണ്. അവനവനെ തന്നെ മഹാനാകും. ചില ആളുകൾ പറഞ്ഞറിയാം, ഞാൻ ഇത്ര മഹാനാകുമെന്ന് ഞാൻ തന്നെ ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ അവനവൻ സ്വയം മഹാനാകുന്ന കാര്യമാണ്. മഹാന്മാരുടെ ഒരു വലിയ പഠനം, അവനവൻ തന്നെ അവനവനെ മഹാനാക്കും. ആ കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ ഫറോവ അഹങ്കരിച്ചു. ഫറോവ അഹങ്കരിച്ചു. അല്ലാഹു പറഞ്ഞു വളരട്ടെ, അവൻ അങ്ങനെ വളരട്ടെ. എവിടം വരെ പോകും നമുക്ക് നോക്കാം, എവിടം വരെ പോകുമെന്ന് നോക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫറോവയ്ക്കെതിരെ ദുആ ചെയ്തതാരാ? മൂസാ നബി. മൂസാ നബിക്ക് ആമീൻ പറഞ്ഞാരാ? ഹാറൂൻ നബി. ദുആ ചെയ്തൊരു നബി, ആമീൻ പറഞ്ഞ വേറെ നബി. റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയാ. ബഹുമാനായ മാത്തൂർ ഉസ്താദ് അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. സദസ്സിലേക്ക് കടന്നു വരികയാണ്. ഒരു അനിവാര്യം പോലെ, അനുഗ്രഹം പോലെ, ഈ ആശയത്തിന്റെ, ഈ ഏറ്റവും വലിയ ആദർശത്തിന്റെ പരിവേഷം പോലെ അല്ലാഹുവേ ദുആക്ക് ഇജാബത്തുള്ള സൂഫി ചക്രവാളത്തിലെ നിത്യ സാന്നിധ്യമായി അല്ലാഹുവേ നീ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. അതിനെ ഇരുത്തിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരാഴ്ചകൾ എനിക്ക് പോകുന്നുണ്ട്, എന്നാലും അതിനെയും കൂടാതെ പോകുന്നു. അനുസരണോടെ മുമ്പോട്ട് കയറി വന്നവർ അള്ളാഹു ജീവിതത്തിലും എല്ലാ ഈ ദുആയും അള്ളാഹു എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ. ബഹുമാന ഉസ്താദ് അവരുടെ ദുആ നമുക്ക് ഏറ്റവും ഒരു അമൂല്യമായ സമ്പത്താണ്.
എനിക്ക് വളരെയേറെ പരിചയമുള്ള, ഞാൻ അയത്തിന് ഖിദ്മത്തിലാണ് ഉസ്താദിനെ ആദ്യമായിട്ട് കാണുന്നത്. ഉസ്താദിന്റെ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ പലർന്നിട്ടുണ്ട്. ഞാൻ അടുത്തൊരു കാര്യം കൂടെ എനിക്ക് ഉസ്താദ് പറയാനുണ്ട്, അത് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അനുഭവമാണ്, അതിനപ്പുറത്തേക്ക് പറയാൻ അനുഭവമാണ്. സലിൽ മുജരി ഭവനാത്ത സലിൽ ഹക്കിമ. ഉസ്താദ് അയത്തിൽ വരുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. നമ്മൾ ഉസ്താദ് ഒരു ആൺകുട്ടിയാവണം. ഉസ്താദ് ഒന്ന് പറഞ്ഞു അൽഹംദുലില്ലാ ആൺകുട്ടിയാണ്. രണ്ടും ആൺകുട്ടിയാണ്, ഒന്നല്ല രണ്ട്. ഞാൻ അടുത്ത് ഞാൻ ഉസ്താദിന് വേറെ സ്വകാര്യം പറയാനുണ്ട്. അപ്പോൾ വായിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എനിക്ക് വളരെയേറെ ഞാൻ ധാരാളം ഉസ്താദിൻ്റെ ദിക്ർ ഹൽക്കയിലൊക്കെ ഞാൻ പട്ടാമ്പി ഭാഗത്തൊക്കെ ധാരാളം ഭാഗത്തിന് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഉസ്താദിന് മുസാഫിക്കാനുണ്ടാകുന്ന തിരക്ക് ഞാൻ കണ്ടിട്ട് അസൂയോടെ ഞാൻ നോക്കി നിൽക്കും. നമ്മൾ മഹാനല്ലാത്തതുകൊണ്ട് അങ്ങനെ ദുആ ചെയ്തു. ആരാ ദുആ ചെയ്തത്? മൂസാ നബി. ആമീൻ പറഞ്ഞത് ഹാറൂൻ നബി. അങ്ങനെ ഒരു ദുആ ശരി നടക്കില്ല, ഏതായാലും നടക്കില്ല. റബ്ബനാ إنك آتيت فرعون وملأه أموالا وزينة في الحياة الدنيا ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. മൂസാ നബി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ 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 ഇന്നക ആതൈത ഫിർഔന വമലഅഹു. അല്ലാഹുവേ ഫറോവയ്ക്കും മന്ത്രിമാർക്കും നീ എത്രയോ സമ്പത്താണ് വാരിക്കോരി കൊടുത്തത്. അവർക്ക് നീ അധികാരം കൊടുക്കുന്നു, അവർക്ക് നീ സമ്പത്ത് കൊടുക്കുന്നു. അതിന്റെ പേരിൽ അവരെന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവേ ഫറോവെ അവന്റെ സമ്പത്തോടുകൂടി നീ നശിപ്പിച്ച് കളയണേ അല്ലാ. സമാധാനത്തിനു വേണ്ടി ആയിരക്കണക്കിന് ദുആ സമ്മേളനത്തിന് പങ്കെടുത്തിട്ട് എന്താ ദുആ സ്വീകരിക്കാത്തതെന്താ? ഇനി ഞാൻ പോണില്ലാന്ന് കരുതുന്നവരുണ്ട്. സഹോദരങ്ങളെ, ആരാ ദുആ ചെയ്യുന്നതെന്നറിയോ? ജഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി കടന്നു വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏത് ശരീരത്തിലാണോ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടിയത്, ആകാശവുമായി നേരിട്ട് ബന്ധമുള്ള സീനാ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് പടച്ചറപ്പുമായിട്ട് നേരിട്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ. ആമീൻ പറയുന്നത് ഹാറൂൻ നബിയാണ്. അല്ലാഹു മറുപടി കൊടുത്തു, മൂസാ ഞാൻ പറയുന്നതല്ല, ഖസസ് ഓതുക, സൂറത്ത് യൂനുസ് ഓതുക. ഖാലഖദ് ഉജീബത് ദഅവതകുമാ ഖാലഖദ് ഉജീബത് ദഅവതകുമാ. ഓ മൂസാ, ഹാറൂൻ നബിയെ, നിങ്ങളുടെ രണ്ടുപേരുടെയും ദുആ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ഫറോവയെ തകർക്കാൻ പോവുകയാണ്. അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ സഹോദരങ്ങളെ, മൂസാ നബി ദുആ ചെയ്തിട്ട് പിറ്റേ ദിവസം ഫിറഔൻ ചത്തില്ല, പിറ്റേ ദിവസവും ചത്തില്ല, അടുത്ത മാസവും ഫിറഔൻ ചത്തില്ല, അടുത്ത വർഷവും ഫിറഔൻ ചത്തില്ല. മൂസാ നബി ദുആ ചെയ്തിട്ട് വീണ്ടും 40 വർഷം കൂടി ലോകത്ത് ജീവിച്ചു ഫിറഔൻ. 40ാമത്തെ വർഷത്തിലാണ് ഫറോവ ചെങ്കടലിൽ മുക്കിച്ചെത്തു പോയത്. അല്ലാഹു ദുആ ചെയ്താൽ ഉടനെ നാളെ രാവിലെ അനുകൂല തീരുമാനമല്ല. പ്രവാചകന്മാരുടെ കാര്യത്തിൽ പോലും അതുണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്കെന്താ ചെയ്യാൻ കഴിയുന്നത്? അല്ലാഹുവോട് ദുആ ചെയ്യുക, അല്ലാഹുവോട് ദുആ ചെയ്യുക. അല്ലാഹുവേ 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 കബ് സേ കടി ഹൈ അറബ് ഉമ്മീദ് കേ സഹാരെ മേരാ ദിൽ ന ജാനെ മേനെ കിസി തരഹ സെ പുകാരെ. അല്ലാഹുവേ കബ് സേ കടി ഹൈ അറബ്, എത്ര നാൾ കൊണ്ട് നിന്റെ മുമ്പിൽ ഒരു യാചകരെ പോലെ അല്ലാഹുവേ ഞങ്ങൾ തേടുന്നു തമ്പുരാനെ, ഞങ്ങളുടെ മഅ്ദിനി ഉസ്താദിനു വേണ്ടി. അല്ലാഹുവേ ഇനി ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കിനി അറിയില്ല കിസി തറഹ സെ പുകാരെ, എവിടെയാണ് ഇനി മുട്ടേണ്ടതെന്ന്, ആരോടാണ് പറയേണ്ടതെന്ന് പരമോന്നത കോടതി പോലും ധരിച്ചു നിൽക്കുമ്പോ ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവേ നമ്മുടെ മാനസികാവസ്ഥ ഇതാണ്. കിസി തറഹ സെ പുകാരെ, ഇനി എവിടെയാണ് പറയേണ്ടത്? ഏത് വാതിലാണ് മുട്ടേണ്ടത്? അവിടെ നമുക്കറിയാം, മേരാദിൽ അബീലാസിൻ ജാത്താഹേ തേരി റഹ്മക്കാന. എന്റെ മനസ്സിന് നന്നായിട്ടറിയാം, ഇപ്പോൾ വേണ്ടത് ഒരേ ഒരു കാര്യമാണ്, തേരി റഹ്മക്കാന, നിന്റെ കരുണയുടെ ഭക്ഷണം, നിന്റെ കരുണ, നിന്റെ കരുണ. ആ കരുണ
വിശാലമാണല്ലോ അല്ലാഹുവേ. ആ കരുണയിൽ നിന്ന് ഞങ്ങൾ നിരാശരായിട്ടില്ല അല്ലാഹുവേ. ഇബ്ലീസിന് പോലും കരുണ കൊടുത്ത തമ്പുരാനെ, ഇബ്ലീസിന് പോലും അല്ലാഹു കരുണ കാണിച്ചിട്ടുണ്ട്. അള്ളാന്റെ കാരുണ്യം എന്താണ്? ശൈത്താനോട് പോലും അല്ലാഹു കാരുണ്യം കാണിച്ചിട്ടില്ലേ? ശൈത്താൻ പറഞ്ഞു അല്ലാഹുവിനോട്, അല്ലാഹുവേ നിന്റെ മനുഷ്യര് ഭൂമിയിൽ വന്നാൽ ലാ തൂദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കും അല്ലാഹുവേ. അല്ലാഹു പറഞ്ഞു നീ പിഴപ്പിച്ചോ. അപ്പോഴാണ് പിശാചിന് സന്ദേഹം, അല്ലാഹുവേ അതിനു മുമ്പ് നീ എന്റെ റൂഹിനെ പിടിച്ചാലോ, ലോകാവസാനം വരെ അവരെ പിഴപ്പിക്കാൻ എനിക്ക് കഴിയാതിരുന്നാലോ, അതുകൊണ്ടല്ലേ അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ എന്റെ ആയുസ്സിനെ നീ നീട്ടി തന്നാൽ അല്ലാഹുവേ എത്രയോ നല്ലതായിരുന്നെന്ന് പറഞ്ഞപ്പോ അല്ലാഹു പിശാചിനോട് പറഞ്ഞതെന്താ? കാലദഹം, നീ പോയിക്കോ, ഖിയാമത്ത് നാൾ വരെ നിനക്ക് ആയുസ് തന്നു. ശൈത്താനോട് അല്ലാഹു കരുണ കാണിച്ചു. നീ എന്റെ മക്കളെ പഠിപ്പിക്കാതെ പോയി പഠിപ്പിച്ചു, എന്റെ റൂഹ് ഞാൻ പിടിക്കില്ല. അള്ളാഹുടെ കരുണ അത്രയ്ക്ക് വിശാലമാണ്. അള്ളാഹു കരുണ നമുക്ക് തരട്ടെ. അള്ളാഹു കരുണ മഅ്ദിനി ഉസ്താദിനും കൊടുക്കട്ടെ. അള്ളാഹു ജയിൽ മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ആമീൻ പറയൽ മാത്രമാണോ നമ്മുടെ കടമ? ആമീൻ പറയൽ മാത്രമാണോ നമ്മുടെ കടമ? മഅ്ദിനിയെ സ്നേഹിക്കുന്ന മഅ്ദിനി ഉസ്താദിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അന്ന് ഏതാണ്ട് ഈ അൻവാർ ശരീർ ദിവസങ്ങളോളം നോമ്പായിരുന്നു. എല്ലാവരും നോമ്പല്ലാതിരുന്നിട്ട് നോമ്പ് പിടിച്ച, പിരിഞ്ഞു പോകാനൊരു വൈമനസ്യം പോലെ തങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ച മൺകരാത് പോലെ അതൊരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ഒരു വല്ലാത്ത വികാരം മനസ്സിൽ സൂക്ഷിച്ച് മഅ്ദിനി ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വിങ്ങിപ്പൊട്ടി ഈ മതിലിന്റെ വെളിഭാഗത്ത് കാത്തുനിന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അവർ തീവ്രവാദികളല്ല, അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആളുകളായിരുന്നില്ല. ആയിരക്കണക്കിന് വാക്കുകൾ കേട്ട് മനസ്സിൽ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായി കണ്ടുവിടുന്ന കുറെ സ്നേഹിതരായിരുന്നു. പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നില്ല. ആ ഒരു സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ മഅ്ദിനി ഉസ്താദ് ജയിലിലാണ്. നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ ധർമ്മമുണ്ട്. ആ ധർമ്മം പറഞ്ഞ് ഉസ്താദിനെ വിട്ടുകൊടുത്ത് ഞാൻ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് മഅ്ദിനിയും ഖുർആനും ഇവിടെ പൂർണ്ണമാകും. യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥയാണ് മഅ്ദിനിക്കുണ്ടായത്. മൂസാ നബി ഇത് പറഞ്ഞപ്പോൾ ഫിർഔൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മൂസയെ നമുക്ക് കൊല്ലാം. എന്ത് ചെയ്യാം? മൂസേ وقال فرعون ذروني أقتل موسى وليدعو ربه. ഫറോവ രാജസിംഹാസനം വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ദറൂനി അഖ്തുലു മൂസ, ആ മൂസയുടെ തല വെട്ടുക, ആ മൂസയുടെ തല വെട്ടുക. ആ സന്ദർഭത്തിൽ ഖുർആൻ പറയുന്നൊരു ദൗത്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കതിന് കഴിയേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ആ ദൗത്യം പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്? ഞാൻ തയ്യാറാണ്. ഇത് അല്ലാഹു ആവശ്യപ്പെടുന്നതാണ്. മഅ്ദിനി ഉസ്താദിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ ദൗത്യം ഞാൻ പറഞ്ഞു തരാം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാമെന്ന സൂപ്പർവൈസർമാരൊന്നുമില്ല, എന്നെക്കാളും വലിയ പണ്ഡിതന്മാരാണ് ഇരിക്കുന്നത്. ഞാനിവിടെ വരാൻ ഈ അൻവാർ ശരീർ വലിയ സ്ഥാപനമാണ്. ലോക പ്രശസ്തമായ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ പോലും ഈ അൻവാർ ശരീരിൽ നിന്ന് ഫാരിഗീകളായ വിദ്യാർത്ഥികളുണ്ട്. കേരളത്തിലെ ഒരു കലാലയത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്തത് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നത് അൻവാർ ശരീരിയുടെ ഗുണമാണ്. പക്ഷെ ഈ ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ അത് ആരൊക്കെയോ വിസ്മരിച്ചു പോയി, അല്ലെങ്കിൽ ആ ശബ്ദം ഉയർന്നു കേട്ടില്ല എന്നതാണ്. ഞാനിവിടെ എത്താൻ തന്നെ ഒരു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത സമയത്ത് എനിക്ക് തിരക്ക് കൂടുതലാണ്. പക്ഷേ എൻ്റെ മഹലിലെ ഇമാം അൻവാർ ശരീർ ഫാരിഗ അബ്ദുൽ മജീദ് ഒമാനി മുദ്രിയാണ്. എൻ്റെ മഹലിലെ ഇമാം മഅ്ദിനി ഉസ്താദിന്റെ ശിഷ്യനാണ്. ആ ഒരു ബന്ധം കരാളുകൾ അബ്ദുൽ മജീദ് ഒമാനി അദ്ദേഹമുണ്ട്. അദ്ദേഹം MA.MPhil ആണ്. ദുനിയാവും ആഖിറവും ഒന്നിച്ചെടുത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു. അതൊക്കെ ഇതിന്റെ അജണ്ടയുടെ പുറകിലുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഫിർഔൻ ആദ്യം മൂസയെ വിളിച്ചത് അള്ളാനെ കൊല്ലാനാണ് പോയത്. അതുകൊണ്ടാണ് അൻവാർ ശരീർ ആദ്യം നേടിണ്ടായത്. ആദ്യം മഅ്ദിനി ഉസ്താദിനെ വിളിച്ചത് അൻവാർ ശരിയാണ് വിളിച്ചത്. ഫിർഔൻ ചെയ്തതെല്ലാം അഭിനവകാല ഫറോവമാർ അപ്പടി ആവർത്തിക്കപ്പെടുന്നു. അതാണ് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൻവാർ ശരി അത്രയും വലിയ മഹത്തായ ഒരു സ്ഥാപനമാണ്. എത്രയോ ആളുകൾ, വക്കീൽമാരുണ്ട്, അഡ്വക്കേറ്റുമാരുണ്ട്. അഡ്വക്കേറ്റ് സിറാജ്, മഅ്ദിനിയുടെ കേസിൽ ബാധിക്കുന്ന സിറാജ് കാഞ്ഞിരം അല്ലെ, അഡ്വക്കേറ്റ് സിറാജ് കാഞ്ഞിരം മറ്റും. ഇതൊന്നും ഇവരെന്നെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിച്ചതല്ല. ഞാനൊരാൾ പറഞ്ഞാൽ അങ്ങനെ പറയാനാണല്ലോ. എനിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. അല്ലാഹു മാറ്റിത്തന്നെ. മറ്റൊരാൾ എന്തായാലും ഇങ്ങോട്ടോ ഞാൻ തിരിച്ചങ്ങോട്ടോ, അങ്ങനെ ഒരു ചെറിയൊരു ദുസ്വഭാവം എനിക്കുണ്ട്. ഇതാരും പറയുന്നതല്ല, വെളിയിൽ നിന്ന് നോക്കുന്ന ഒരു നിഷ്പക്ഷമതയോട്. പക്ഷപാതിത്വമില്ല, അമിതത്വമില്ല, അതിമിതത്വവുമില്ല. അമിതത്വമില്ല, അതിമിതത്വമില്ല. പക്ഷെ ഉള്ളത് വിളിച്ചു പറയാൻ ഒരു മടിയുമില്ല.
ചന്ദ്രശേഖർ കൊല്ലത്ത് അരീഷ് ഷുക്കൂർ കൊല്ലത്ത് ചെയ്യപ്പെട്ടതിന് അന്ന് ഞാൻ തലശ്ശേരി ചൊക്ലി എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ ചന്ദ്രശേഖരെ കൊന്നിട്ട് ആളുകൾ പ്രതികൾ താമസിക്കുന്ന തലശ്ശേരി ചൊക്ലിയിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയി പ്രസംഗിച്ചിട്ട് വന്നുള്ളൂ. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ 55 മിനിറ്റ് ശ്വാസം വിടാതെ പറഞ്ഞു. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ശ്വാസം വിട്ടില്ല, വിടാതിരുന്ന പേടി കൊണ്ടാണ്. 55 മിനിറ്റ് വിടാതിരുന്നത് പേടി കൊണ്ടാണ്. വിട്ടുപോയാൽ തീർന്നില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ഞാൻ പറയും, അഡ്വക്കൽ സിറാജ് കാഞ്ഞിരമറ്റ വക്കീൽമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ പോലും ഈ ഒരു സ്ഥാപനത്തിന്റെ മൊത്തത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അഭിമാനകരമാണ്. അള്ളാഹു നൽകി തരട്ടെ. ആ ഒരു വ്യത്യാസം സാധാരണ പണ്ഡിതന്മാരെന്നുള്ള ഒരു വ്യത്യാസം ഞാൻ ഇരുത്തിക്കൊണ്ട് പറയുന്നില്ല. യഹുസ് ഖുറാബല വജിഹിൽ മുദ്ദാഹിൽ, അമിത പ്രശംസ നടന്നവരുടെ മുകളിൽ മണൽ വാരി എറിയണമെന്നാണ്. അബ്ദുൽ മജീദ് അമാനി എൻ്റെ മഹലിലെ, ഞാനവിടെ 6 വർഷം ഇമാമായിരുന്ന ആളാണ്. അവിടെയാണ് ഞാനൊക്കെ താമസിക്കുന്നത്, കാരാളി പോണം. അവിടെ ഇമാമാണ് അദ്ദേഹം. ആ മഹലിലെത്തിയതിനു ശേഷമുള്ള മഹലിന്റെ മാറ്റം വല്ലാത്തൊരു മാറ്റമാണ്. ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിക്കുകയാണ്. ഞാൻ അവിടെ വെച്ച് പറഞ്ഞതാണ് ഒരു മാറ്റം. അവിടുത്തെ യുവാക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഒരിക്കലും പള്ളിയിൽ കയറില്ല എന്ന് വിചാരിച്ചവരെ പോലും ചുരുങ്ങിയ മാസമുണ്ട്. ഒരു 6 മാസമായിട്ടുണ്ടോ? 6 മാസമായിട്ടുണ്ടോ അല്ലേ? ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കിട്ടിയിട്ടുണ്ടാവും. കാരണം എനിക്കറിഞ്ഞൂടെ. 6 മാസമായി അവിടെ വന്നിട്ട് 6 മാസം കൊണ്ട് ആ മഹല്ലിൽ ഞാൻ 6 വർഷം ഇരുന്നിട്ട് നടക്കാത്തത് കൊണ്ട് നടത്തുന്നു. എത്രയോ ചെറുപ്പക്കാർ. ഇന്നലെ ഞങ്ങളുടെ അവിടെ ഒരു ഓഡിറ്റോറിയത്തിന്റെ 1 കോടി രൂപ നിലവിച്ച് ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ സമാന പ്രസംഗത്തിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ നാട് മുഴുവൻ ഒരു ഉത്സവ ലഹരിയിലാണ്. അദ്ദേഹത്തെ കൊണ്ട് അത് സാധിപ്പിച്ചു എന്നത് മഅ്ദനി ഉസ്താദിന്റെ ശിക്ഷണത്തിന്റെ ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഒരു ബറക്കത്താണ്. അത് അനുഭവിക്കുന്നുണ്ട് നമ്മൾ. അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തിൽ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാണ്. ആ ഒരു ബന്ധം ഉസ്താദ് അൻവാസിന്റെ പിന്നെ ചേലക്കൽ ഉസ്താദ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം വിളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെയാണ് ഞാൻ പ്രസംഗിക്കേണ്ടിരുന്നത്. എൻ്റെ മഹലിൽ ഒരു പരിപാടിയുടെ ഇന്നത്തേക്ക് മാറ്റിയെന്ന് മാത്രമാണ്. അതുകൊണ്ട് ആ സ്നേഹം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്നത് മുത്താണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പക്ഷെ മഅ്ദനി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സിംബലിന്റെ മുമ്പിൽ നമ്മൾ ഇതൊക്കെ അറിയാതെ പോവുകയാണ്. അങ്ങനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. അന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ തീവണ്ടിക്ക് അകത്ത് യാത്ര ചെയ്യുന്നവൻ അറിയില്ല തീവണ്ടിയുടെ വലിപ്പം. ഇതിന് വലിയ ചക്രമുണ്ടെന്നും ഇതിന് ഇത്രയും നീളമുണ്ടെന്നും അവൻ അറിയില്ല. അവൻ ആകെ അറിയുന്ന അവരുടെ കമ്പാർട്ട്മെന്റ് മാത്രമാണ്. യഥാർത്ഥത്തിൽ അതാണ് അൻവാർ ശരിയുടെ മുമ്പിൽ നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപനത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം വരെ നിലനിർത്തി തരുമാറാണ്. അങ്ങനെ കുറെ ബന്ധങ്ങൾ എനിക്ക് അൻവാർ ശരിയുമായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഉസ്താദ് ഞാനും ഒരേ ഉസ്താദ് ശിഷ്യന്മാരാണ്. ഷെയ്ഖുന കോയ ഉസ്താദ് അവർ അള്ളാഹു ആരോഗ്യത്തിലുള്ള ഒരു കാഴ്ച നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ രണ്ടുപേരും ബാക്കിയാത്തിലെ സഹപാഠികളാണ്. അപ്പോ ഈ ഒരുമിച്ച് കൂടൽ യാഥാർത്ഥ്യമാകണം. അള്ളാഹുവിന്റെ ഖുർആൻ ഇപ്പോൾ മഅ്ദനിയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, പക്ഷെ ചെയ്യാവോ? ഉറക്കെ പറയും. ഇൻഷാ അല്ലാഹ് 2 സൈസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഖുർആൻ എനിക്കൊരു ഇഷ്ടപ്പെട്ട വിഷയമാണ് ഖുർആൻ. ഒന്ന് ഇൻഷാ അല്ലാഹ് ഇസ്രായേലി ബനു ഇസ്രായേൽ പറഞ്ഞ ഇൻഷാ അല്ലാഹ്. മൂസാ നബി ചോദിച്ചു ചുമന്ന പശുവിനെ കൊണ്ടുവരും. അപ്പൊ ബനു ഇസ്രായേൽ പറഞ്ഞു സൂറത്തുൽ ബഖറ ഇൻഷാ അല്ലാഹുവിന്റെ മുഖത്തത് നോക്കട്ടെ, കിട്ടിയ കൊണ്ടുവരാം. നോക്കട്ടെ, നടന്നൊക്കെ നോക്കിയിട്ട് എവിടെയും കിട്ടിയ പിന്നെ ഇൻഷാ അല്ലാഹുവിന്റെ മുഖത്ത് കൊണ്ടുവന്നല്ലോ. നോക്കട്ടെ ഉസ്താദെ പറ്റിയ അത് ഇൻഷാ അല്ലാഹ് ഇസ്രായേലി. വേറൊരു ഇൻഷാ അല്ലാഹ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് ഇസ്മായിലി. ഇസ്മായിൽ നബി പറഞ്ഞു ഇൻഷാ അല്ലാഹ്. വാപ്പ മരത്തിൽ കിടത്തിയിട്ട് കത്തി കഴുത്തിൽ വെച്ചിട്ട് മോനെ അറുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മലന്ന് കിടന്നിട്ട് ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ഉപ്പ ഇൻഷാ അല്ലാഹ് നമ്മൾ 2 പേര് സ്വർഗത്തിലാണ്. അതാ ഇൻഷാ അല്ലാഹ് ഇസ്മായിൽ നബി പറഞ്ഞ ഇൻഷാ അല്ലാഹ്. ആ മലന്ന് കിടക്കാൻ കത്തി കഴുത്തിലിരിക്കാൻ ആ സമയത്തും പറയുന്ന ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഏതാ പറയണേ? ഇത് പള്ളിയിൽ ആളുകൾ വന്നിട്ട് 40 ജമാഅത്തിന് വരാൻ പറയും. ഇൻഷാ അല്ലാഹ് അതിലേ ഓർമ്മമാരില്ല. അപ്പൊ പിന്നെ ആ വഴിക്ക് വരില്ല. ഇതിന്റെ പൊന്ന സഹോദരങ്ങളെ, ഇപ്പൊ ഏത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞത്? ഇസ്മായിൽ നബിയുടെ ആണല്ലോ. അപ്പൊ എത്ര ഇസ്മായിൽ ഇവിടെ ഉണ്ടെന്ന് ഇപ്പൊ ഇൻഷാ അല്ലാഹ് അറിയാൻ പറ്റില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൂസയെ കൊല്ലാൻ തീരുമാനിച്ചു ഫിർഔൻ, മഅ്ദനിയെ കൊല്ലാൻ തീരുമാനിച്ചു അഭിനവകാല ഫിർഔൻ. യഥാർത്ഥത്തിൽ അതായിരുന്നത്. ഒരു കാല് പോയി നിൽക്കുന്നു. മഅ്ദനിയും ഖുർആനും അങ്ങനെയല്ലേ? ഫറോവ പറഞ്ഞു മൂസയെ കൊല്ലാം.
സഹോദരങ്ങളെ തീരുമാനിച്ചു മൂസയെ കൊല്ലാൻ. ഫിറഔൻ മഅ്ദനിയെ കൊല്ലാൻ തീരുമാനിച്ചു. അഭിനവകാല ഫറോവ. പക്ഷേ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു പോയത് ഒരൊറ്റ കാര്യമാണ്, അവർക്ക് മഅ്ദനി മാപ്പ് കൊടുത്തു എന്നതാണ് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ കാര്യം. ഒരു കാര്യം ഉറപ്പ്, മഅ്ദനി ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നു. ഉമർ മുഖ്താറിന് ശേഷം, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിക്ക് ശേഷം ഇസ്ലാമിക നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ പിൽക്കാലത്ത് ഇന്ന് നാം ഉമർ മുഖ്താറിനെ പഠിക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് പുറകെ വരുന്ന സമൂഹം അബ്ദുൽ നാസർ മഅ്ദനിയെ പഠിക്കും. തീർച്ചയായും അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം ആ മനുഷ്യന്റെ ചങ്കൂറ്റ സമ്മതിച്ചു, അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാണ്. ആ മനുഷ്യൻ ഒരു കാല് പോയാലും തൂക്കം കുറഞ്ഞാലും ആ റൂമിന്റെ അകത്തിരുന്നിട്ട്, ഹസനാണ് എനിക്ക് വാതിൽ തുറന്നു, ഞാനിവിടെ വിളിക്കാതെ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുള്ള ആളാണ്. അപ്പോ അവിടെ ചെന്നിട്ട് ഞാൻ അകത്തിരുന്ന് സുഫിയാമാദിനെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ തലേദിവസം അവിടെ ഇരുന്നപ്പോൾ ആ സമയത്ത് ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നതിന്റെ മുമ്പിൽ ഞാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, ഉസ്താദെ ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി കണ്ടു. അപ്പോൾ ഞാൻ ഉസ്താദെ ഭയമുണ്ട്. ആ സമയത്ത് നമ്മളൊക്കെ ആണെങ്കിൽ പൊന്നു സാറിന് ഇപ്പൊ ഇത്രയും നാളും ജയിലിൽ കിടന്നാൽ നമ്മൾ ഷുഗർ വന്നിട്ട് 35 കിലോയെങ്കിലും ഉണ്ട് മാതിരി നമ്മൾ വെറും ഫോട്ടോസ്റ്റാറ്റ് കാണും. നമ്മളാണോ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആർക്കാ ധൈര്യമുള്ളത്? കാക്കിയിട്ട വേഷത്തിൽ പോസ്റ്റ്മാനെ കണ്ടാൽ തൊപ്പിയിടുന്നവരുണ്ട്. പട്ടാളക്കാർ തൂക്കിപ്പിടിച്ച വാളുകളുടെ നടുവ് വയനറ്റുകളെ നെഞ്ചിലേക്ക് മാറിയിട്ട് തൂക്കുകയറിലേക്ക് നടന്നു പോകുമ്പോ ആ സമയത്ത് തൂക്കുകയറി തന്റെ ശരീരത്തിലേക്ക് കരുത്തിലോട്ട് മുറുകുമ്പോ കരുമരത്തിൽ കിടന്ന് തൂങ്ങിയാടുമ്പോ അമീസിന്റെ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. തൂക്കുമരത്തിലെ കിടന്ന് പിടഞ്ഞു വിരിച്ച ഉമർ മുഖ്താറിനെ പോലെ ഇൻഷാ അല്ലാഹ് അഹമ്മദ് കബീറിന്റെ പുറകെ വരുന്ന ഒരു സമൂഹം ഒരു കാലഘട്ടത്തിൽ ഉമർ മുഖ്താറിനെ പറഞ്ഞതുപോലെ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ പറയപ്പെടുന്ന ഒരു നാമമായി മൈലാകപ്പള്ളിയിലെ ഈ ചെറിയ പ്രദേശത്ത് അബ്ദുസ്സമദ് മാസ്റ്ററിന്റെ പൊന്നുമോൻ അബ്ദുൽ നാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം പഠിക്കുന്ന കാലം വിദൂരമല്ല. പക്ഷെ ആ കാലത്തിന്റെ നടുവ് നമുക്ക് ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്. ഫറോവ തീരുമാനിച്ചു മൂസയെ കൊല്ലാൻ, അഭിനവകാല ഫറോവമാര് തീരുമാനിച്ചു അബ്ദുൽ നാസർ മഅ്ദനിയെ കൊല്ലാൻ. ആയിരക്കണക്കിന് ആളുകൾ ലോക സമൂഹം മുഴുവനും ഒരുമിച്ചുകൂടി കൊട്ടാര മധ്യത്തിൽ എല്ലാവരും നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട മൂസാ നബിയെ മധ്യത്തിൽ വെച്ചിട്ട് ഊരിപ്പിടിച്ച വാളുമായി പട്ടാളക്കാർ കാത്തു നിൽക്കുമ്പോ സിംഹാസനത്തിൽ ചാരിയിരുന്നിട്ട് ഫറോവ പറഞ്ഞില്ലേ, കൊല്ലുക 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 എന്ന് ഫറോവ പറഞ്ഞപ്പോ ഇതേ അവസരമാണ് മഅ്ദനിക്ക് അഗ്രഹാരതയിലെ ഇരുമ്പടിക്കുള്ളിൽ ആയിരക്കണക്കിന് തോക്കുധാരികൾ നോക്കി നിൽക്കുമ്പോ ഏതോ തിരശ്ശീലയിലെ ഫറോവ കൊല്ലാൻ തിരക്കുന്നവരിക്കുമ്പോ സഹോദരങ്ങളെ നമുക്ക് ചരിത്രത്തിന്റെ ദൗത്യം ഏറ്റെടുക്കണ്ടേ? ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ചരിത്രത്തിൽ നമ്മളും അറിയപ്പെടണ്ടേ? അതുകൊണ്ട് അബ്ദുൽ നാസർ മഅ്ദനി ഹൃദയത്തിൽ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ആവേശമല്ല ചെറുപ്പക്കാരെ വേണ്ടത്. ഏത് ആവേശമാണെന്നറിയുമോ? വകതിരിവുള്ള ആവേശം വേണം, വാക്കുകളുടെ ജൽപ്പനങ്ങൾക്കല്ല. ആ സമയത്ത് ഫറോവയുടെ കൊട്ടാരത്തിന്റെ നടുവിൽ ചരിത്രം പറയട്ടെ, ഫിറഔൻ പറയുകയാണ്, സഹോദരങ്ങളെ മൂസയെ കൊല്ലാൻ പറയുമ്പോ ആയിരക്കണക്കിന് ആളുകള് പടയാളികൾ കുന്തുപൊന്നിട്ട് നിൽക്കുമ്പോ ആ സമയത്ത് ഫറോവയുടെ സിംഹാസനത്തിന്റെ ചുവട്ട് ഒരു ആളനക്കമുണ്ടായി. ആ സമയത്ത് ചാടി എഴുന്നേറ്റിട്ട് ഒരാൾ പറഞ്ഞു, ഇല്ല ഇല്ല, മൂസയെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, വഖാല റജുലുൻ മുഅ്മിനുൻ മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബികും. ആ സമയത്ത് ഖുർആൻ പറയുകയാണ്, ഫറോവയുടെ സിംഹാസനത്തിന്റെ തൊട്ടടുത്ത് ചാടി എഴുന്നേറ്റ് ആരെന്നറിയോ? വഖാല റജുലുൻ ഒരാണത്തമുള്ള ആൺകുട്ടി ചാടി എഴുന്നേറ്റു. ആൾത്തലപ്പുകളെ കണ്ടിട്ട് ഭയന്നില്ല, കുന്തം കണ്ടിട്ട് ഭയന്നില്ല. ചാടി എഴുന്നേറ്റിട്ട് ഒരു ചന്ദാനങ്ങൾ ചെയ്യുന്നത് അയാൾ ഫറോവയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അയാൾ വിളിച്ചതോട് ചന്ദാനങ്ങൾ ചെയ്യുന്നത് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേര്, സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേര് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ നിങ്ങൾ
ചൊല്ലാൻ പോകുന്നുവോ ആ മനുഷ്യൻ പരിസരം ശ്രദ്ധിച്ചില്ല, സാഹചര്യങ്ങൾ ശ്രദ്ധിച്ചില്ല. ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ സിരകളെ ഒരൽപ്പമെങ്കിലും ജീവൻ അവസാനിക്കുന്നിടത്തോളം കാലം ഞാനത് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആണത്തമുള്ള ആൺകുട്ടിയാവണം. ആണത്തമുള്ള ആൺകുട്ടിയാണെന്നറിയോ? റമദാൻ 30 നോമ്പ് പിടിച്ചിട്ട് പെരുന്നാളിന് രാവിലെ പെരുന്നാൾ നിസ്കാരവും മൈനാഗപ്പള്ളി പള്ളിയിൽ കഴിഞ്ഞിട്ട് അങ്ങനെ കരുനാഗപ്പള്ളി തിയേറ്ററിൽ പോയി യഥാർത്ഥാറ് മമ്മൂട്ടിയുടെ റിലീസ് പടത്തിന്റെ ആദ്യത്തെ ടിക്കറ്റ് എടുത്തിട്ട് ഒരു തക്ബീർ വിളിക്കുന്നവൻ ആണത്തമുള്ള ആൺകുട്ടിയല്ല. റമദാൻ കഴിയുന്ന പെരുന്നാളിന്റെ പകലില് ലോഹർ നിസ്കാരമല്ല, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ബിവറേജ് കോർപ്പറേഷനിൽ ലൈൻ നിന്നിട്ട് തലയുടെ മുകളിലൂടെ ചാടിയെടുത്തേക്ക് 10 കുപ്പിയും കക്ഷത്തിന്റെ ഇടയിൽ പിടിച്ച് ആവാസത്തോടെ ആണത്തമുള്ള ആൺകുട്ടിയല്ല. ആരാ മോനെ ആണത്തമുള്ള ആൺകുട്ടി? ആരാ? അഭിനവകാര ഫറോവമാരുടെ മുമ്പിൽ അത്യുന്നാശ്രമത്തിൽ ജയിലിലടഞ്ഞാലും ഞങ്ങളതിന് സമ്മതിക്കില്ലെന്ന് പറയുന്ന ഫറോവയുടെ സിംഹാസനത്തിന്റെ തൊട്ടടുത്ത് ചാടിയെടുന്നേറ്റ ഒരു റജുലായി മാറാൻ, ആണത്തമുള്ള ആൺകുട്ടിയായി മാറാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആണത്തമുള്ള ആൺകുട്ടിയാവേണ്ടത് എങ്ങനെയാ സഹോദരങ്ങളെ? അതെങ്ങനെയെന്നറിയോ? ഇവിടെ നിന്നിട്ട് കുരു തക്ബീർ വിളിച്ചാൽ ദൗത്യം തീരുമോ? അത് നമ്മുടെ സമരത്തിന്റെ ഭാഗമാണ്, അത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. പക്ഷേ കർമ്മപദത്തിൽ കടന്നു വരണം. ആണത്തമുള്ള ആൺകുട്ടിയാരെന്നറിയോ? ആണത്തമുള്ള ആൺകുട്ടിയാരെന്നറിയോ? ഇപ്പോഴും നമുക്ക് ചെയ്യേണ്ടത് എന്താ? അബ്ദുന്നാസർ മഅദനി ഉസ്താദ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പള്ളികളിൽ പ്രസംഗിച്ചു നടന്നു. കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് പ്രസംഗിച്ചപ്പോ ഞാൻ പറഞ്ഞു, അബ്ദുന്നാസർ മഅദനി വാഴ്ന്നു പറഞ്ഞിട്ട് പൈസ പിരിച്ചുണ്ടാക്കിയ പള്ളിയുടെ മിഹ്റാബില് എല്ലാവരും ഒത്തിരുന്നിട്ടൊന്ന് ദുആ ചെയ്താ എപ്പോഴേ മഅദനി ജയിലിൽ നിറങ്ങുമായിരുന്നു. സഹോദരങ്ങളെ, അഹമ്മദ് കബീർ വാഴ്ന്നു പറഞ്ഞ് പിരിക്കാറുണ്ട്, പക്ഷെ പിന്നീട് അഹമ്മദ് കബീറിനെ ഓർക്കാൻ ആളുകൾ ഉണ്ടാവില്ല. അബ്ദുന്നാസർ മഅദനി പിരിച്ചു കൊടുത്തിട്ടുണ്ടാക്കിയ പള്ളിയുടെ മിഹ്റാബില് ഒന്നിച്ചിരുപത്തേടാണ്ട് അവനോട് ദുആ ഉണ്ടായാൽ എപ്പോഴേ അദ്ദേഹം തിരിച്ചിറങ്ങുമായിരുന്നു. നന്ദി കെട്ടവർഗം തിരിഞ്ഞുകുത്തി. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. ആയിരക്കണക്കിന് മതപ്രഭാഷണ വേദികളിൽ വഴുതു പറഞ്ഞ ആ മനുഷ്യൻ ജീവിതത്തിൽ ജയിലിൽ പോയപ്പോഴും ഓർത്തതെന്നറിയോ? ജയിലിലേക്ക് അൻവാശേരിയുടെ മുറ്റത്ത് നിന്ന് ജയിലിലേക്ക് പോകാൻ വാഹനത്തിൽ കയറിയപ്പോ അബ്ദുന്നാസർ മഅദനി തിരിഞ്ഞു നോക്കിയത് മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട മകൻ കവളത്തോട്ട് ചുംബനം കൊടുക്കുമ്പോ ഈ അൻവാറിന്റെ മുറ്റത്ത് നിന്ന് പോകുമ്പോ അദ്ദേഹം നോക്കിയൊരു നോട്ടമുണ്ട്. എന്റെ ജന്മത്തിന്റെ എല്ലാ പരിശ്രമങ്ങളും വെച്ച് ഞാൻ പടുത്തുയർത്തി ഈ അൻവാറിന്റെ മക്കള്, ഇവിടുത്തെ മുത്തല്ലിമീങ്ങള്, ഇവിടുത്തെ ആകതിയനാട് മക്കള് ആരാണെന്ന് കൈപിടിക്കാനുള്ളത്? ആരാണെന്ന് കൈപിടിക്കാനുള്ളത്? അബ്ദുന്നാസർ മഅദനിയോടുള്ള സ്നേഹമാത്മാർത്ഥമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തീരുമാനിക്കാം. മഅദനി ഉസ്താദ് ജയിലിലാണെങ്കിലും ഇല്ല, മഅദനി ഉസ്താദ് ഞങ്ങളെ നശിക്കാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ 3 നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസം 10 രൂപമാക്കിയിട്ടുണ്ടെങ്കിൽ അൻവാറിനെ ഞങ്ങൾ പിടിച്ചു നിർത്തുമെന്ന് പറയാൻ അബ്ദുന്നാസർ മഅദനിയുടെ ശരീരമേ ജയിലിലുള്ളൂ. റൂഹിരിക്കുന്നത് അൻവാറിന്റെ ഉള്ളിലാ, റൂഹിരിക്കുന്നത് അൻവാറിന്റെ മക്കളുടെ അടുത്താണ്. ഇല്ല ഇല്ല, ഫറോവയുടെ സിംഹാസനത്തിന്റെ ചാരത്തിൽ നേട്ട് നിന്നിട്ട് ചരിത്രത്തിന്റെ ദൗത്യം നിർവഹിച്ച ഒരു ആൺകുട്ടിയുടെ ധർമ്മമേടെന്നറിയോ? ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ദൗത്യം എന്റെ സഹോദരങ്ങളെ ഈ അൻവാറിനെ ഒന്ന് പിടിച്ചു നിർത്തണം. അബ്ദുന്നാസർ മഅദനിയുടെ ജന്മത്തിന്റെ സാഫല്യം ഉണ്ടാകണം. അങ്ങനത്തെ ആൺകുട്ടിയായി മാറണം. ആ ആൺകുട്ടികൾക്ക് വേണ്ടിയാണ് ചരിത്രം വഴിമാറി നിന്നത്. ആ ആൺകുട്ടികൾക്ക് വേണ്ടിയേ ചരിത്രം പറഞ്ഞിട്ടുള്ളൂ. ആ ആൺകുട്ടികൾക്ക് വേണ്ടിയേ ചരിത്രം പറഞ്ഞിട്ടുള്ളൂ. ചെറുപ്പക്കാരെ, നിങ്ങളെ പോലൊരു ആൺകുട്ടിയല്ലേ ബഹുമാനപ്പെട്ട ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റിയപ്പോ കഴുമരത്തിന്റെ മുമ്പിലോട്ട് നടത്തിക്കൊണ്ടു പോവുകയാണ്. തൊലിയുരിഞ്ഞ സുന്ദരി പെണ്ണിനെ കാണിച്ചിട്ട് മക്കാ ഖുറൈശികൾ ചോദിച്ചില്ലേ, ഏ ഖുബൈബേ അലൈക നഈമു ദുനിയാ, ഈ ദുനിയാവിലെ സർവ്വാഡംബരങ്ങൾ നിനക്ക് തരാണ്. അള്ളാനെ തള്ളി പറയാൻ പറഞ്ഞപ്പോ, റസൂലിനെ തള്ളി പറയാൻ പറഞ്ഞപ്പോ സുന്ദരി പെണ്ണിന്റെ ചൂടും അനുഭവിക്കാൻ അവസരം ചൂണ്ടിക്കാണിച്ചപ്പോ ആ സമയത്ത് കരുമരത്തിന്റെ നേരെ നടഞ്ഞതെന്ന് കരുമരത്തിന്റെ തൂക്കുകയറെടുത്ത് കരുമരത്തിന്റെ തൂക്കുകയറ് സ്വന്തം കഴുത്തിലോട്ട് എടുത്തിട്ടിട്ട് ആ കരുമരത്തിൽ കിടന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു പിടയുമ്പോ സഹോദരങ്ങളെ, അള്ളാന്റെ ഖുർആൻ സ്വാഗതം പറഞ്ഞില്ലേ?
ഇവിടെ ഒരു നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസിൽ നിങ്ങൾ നോക്കി, എത്രയോ സ്വാഗത പ്രഭാഷകരുണ്ട്. എന്തിനാണ് സ്വാഗതം പറയുന്നത്? ഇവിടെ വന്ന വിശിഷ്ടാദികളെ പുകഴ്ത്തി പറയാൻ, ആളുകളെ കുറിച്ച് പുകഴ്ത്തി പറയാൻ. പൊന്നുമോനെ, പുകഴ്ത്തേണ്ടതെപ്പോഴാ? പുകഴ്ത്തേണ്ടതെപ്പോഴെന്നറിയോ? എന്റെ വാത് തുടങ്ങുന്നതിന് മുമ്പേ അനൗൺസ്മെന്റ് ഉണ്ടായി. നമ്മളെല്ലാവരും ആവേശപൂർവ്വം കാത്തിരിക്കുന്ന വലിയ പേരുള്ള ചെറിയ മനുഷ്യൻ വരുന്നുണ്ട്. അഹമ്മദ് കബീർ വാക്കവി വരുന്നുണ്ട്. നമ്മൾ കാത്തിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോൾ എന്നെ കാത്തിരിക്കാൻ കാരണം എന്താ? അഹമ്മദ് കബീറിന്റെ നാവിനും എടുക്കുന്നുണ്ട്, അഹമ്മദ് കബീറിന്റെ നാക്കിനും എടുക്കണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കാത്തിരിക്കും, നിങ്ങൾ എന്നെ കാത്തിരിക്കും. അഹമ്മദ് കബീറിനാണെങ്കിലോ ഒടുക്കത്തെ തിരക്കാണ്. നേരത്തെ വരണമെന്ന് കരുതിയതാണ്. ജുമ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ആളുകളുടെ തിരക്ക്. അവിടെ ഇരുന്നു. അവസാനം ഇറങ്ങിയപ്പോൾ സമയം തീർന്നു. സഹോദരങ്ങളെ, വഴിയാണ് എത്തിയത്. അഹമ്മദ് കബീറിന് ഒടുക്കത്തെ തിരക്കാണ്. കാരണം എന്താ? അഹമ്മദ് കബീറിന്റെ നാക്കിന് ഇപ്പോഴും എടുക്കണ്ട്. എന്റെ ധാരാളം സഹോദരങ്ങൾ എന്നെ വാതിന് ബുക്ക് ചെയ്യാൻ വന്നു. ഞാൻ പറഞ്ഞു 2012 ഫുള്ളാണ്, 2013 മാർച്ച് കഴിഞ്ഞിട്ട് തരാമെന്ന്. എന്റെ മനസ്സിലുണ്ടായ അഹങ്കാരം എന്റെ ഷെഡ്യൂൾ പറയാനല്ല. കാരണം അഹമ്മദ് കബീറിന് ഒടുക്കത്തെ തിരക്കാണ്. പക്ഷേ സഹോദരങ്ങളെ, നാക്കിനും ഇടുക്കുള്ളത് കൊണ്ട് അഹമ്മദ് കബീറിന്റെ തിരക്ക് മാറും. അഹമ്മദ് കബീറിന്റെ തിരക്ക് മാറും എപ്പോഴെന്നറിയോ? നാക്കിന്റെ മിടുക്ക് അവസാനിച്ചിട്ട് 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് അഹമ്മദ് കബീറിനെ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ പരത്തി കിടത്തുമ്പോ ആ സമയത്ത് എനിക്ക് തിരക്കില്ല. പക്ഷേ കൂടെ അടുത്ത് നിൽക്കുന്നവർക്ക് വല്ലാത്ത തിരക്കാണ്. മയ്യത്തടക്കാറായില്ലേ, എടുക്കാറായില്ലേ, അസറിന് മുമ്പേ എടുക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ മണ്ണിട്ട് മൂടണം. അന്ന് എനിക്ക് തിരക്കില്ല. കാരണം എന്റെ നാക്കിന്റെ മിടുക്കങ്ങളില്ലാതായി. അന്ന് കൂടെ നിൽക്കുന്നവർക്കാണ് തിരക്ക്. അസറിന് മുമ്പെടുക്കണ്ടേ, അസറ് കഴിഞ്ഞിട്ടല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, ആൺകുട്ടികൾക്കാണ് ചരിത്രം ബാക്കി നിൽക്കുക. ആൺകുട്ടികൾക്ക് വേണ്ടിയാണ് ചരിത്രം ബാക്കി നിൽക്കുക. യഥാർത്ഥത്തിൽ എന്റെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പച്ച മനുഷ്യരാവുകയാണ്. ഈ അഗതി അനാഥ യതീമീങ്ങളായ മക്കളുടെ മുമ്പിൽ എന്റെ പൊന്നുമക്കളെ, ഞാനൊരു പച്ച മനുഷ്യനാവുകയാണ്. ജീവിതത്തിൽ എന്റെ ഉപ്പയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെക്കാൾ വലിയൊരു അഗതിയായി, അനാഥനായി, ജീവിതത്തിന്റെ കട്ടപ്പാടുകളുടെ തുരുത്തിലൂടെ കടന്നു വന്നവൻ. ഇന്ന് നിങ്ങൾ കാത്തു നിൽക്കുന്ന വലിയ സൗഭാഗ്യശാലി എന്ന് കരുതുന്ന ഞാൻ, എന്റെ ഉപ്പയുടെ മുഖം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹിഫ്ള് പഠിക്കാൻ വേണ്ടി മദ്രസയിൽ ചെല്ലുമ്പോ വ്യാഴാഴ്ച ദിവസം എന്റെ കൂടെയുള്ള മുത്തഅല്ലിമീങ്ങളുടെ ഉപ്പയും ഉമ്മയും വലിയ ബക്കറ്റിൽ പലഹാരം നിറച്ച് കാണാൻ വരുമ്പോ കിടക്കുന്ന റൂമിന്റെ ജനാല കമ്പിയിൽ പിടിച്ചിട്ട് എനിക്കൊരു നേരത്തെ മനുഷ്യ പലഹാരം തരാൻ എന്റെ ഉപ്പ ഇല്ലല്ലോ എന്നോർത്തിട്ട് ഞാൻ പൊട്ടിക്കളഞ്ഞ ദിവസങ്ങളുണ്ട്. ആ കൊച്ചു ബാരനിൽ നിന്നാണ് അഹമ്മദ് കബീർ ഉണ്ടായത്. സഹോദരങ്ങളെ, എനിക്കൊരു നേരത്തെ ഭക്ഷണം തരാൻ എല്ലാവരുടെയും വലിയ മുതലാളിമാരുടെ മക്കളെ കെട്ടിപ്പിടിച്ച് ഭക്ഷണം കൊടുക്കുമ്പോ കീറിപ്പറിഞ്ഞ ഒരു തലപ്പായിൽ കമന്ന് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ജനാല കമ്പിയിൽ പിടിച്ചിട്ട് എനിക്കെന്റെ ഉപ്പയില്ലല്ലോ, ഉമ്മ കൂലിപ്പണിക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാണ്. ആ കരഞ്ഞ മനുഷ്യരിൽ നിന്ന് നിങ്ങളെപ്പോലെ അനാഥനായി വളർന്നാൻ ഒരു അനാഥ മന്ദിരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ മക്കളെയാണ്. ഇന്ന് ജുമ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, യഥാർത്ഥത്തിൽ തിരിച്ചു വരുമ്പോ കൊല്ലംപടി വന്നാൽ മതി. ഞാൻ അവിടെ നിന്ന് വാഹനം എടുക്കുമ്പോ, ഞാൻ രാവിലെ സലാം പറഞ്ഞിറങ്ങുമ്പോൾ എന്റെ 2 മക്കൾ, എന്റെ ഏറ്റവും അടുത്ത എന്റെ 2 പൊന്നുമക്കൾ ഇടത്തെ കവളിലും വലത്തെ കവളിലും മുങ്ങ വന്നിട്ട് പറഞ്ഞു, ഉപ്പാ വരുമ്പോ മിഠായി കൊണ്ടുവരണേ. 2 മക്കളോട് സലാം പറഞ്ഞ് ജുമയ്ക്ക് സെൻട്രൽ ജുമാ മസ്ജിദിൽ പോയി. ചേലക്കൽ ഉസ്താദ് വിളിച്ച് 8 മണിക്ക് വാത് തുടങ്ങണം. അവിടെ നിറങ്ങുമ്പം 5 മണി കഴിഞ്ഞു. ഞാൻ കൊല്ലം വരെ നേരിട്ട് വന്നാൽ മതി. അവിടെ നിറങ്ങി വീട്ടിലേക്ക് വരാൻ തിരിക്കുമ്പോ ആ സമയത്താണ് വീട്ടിൽ നിന്ന് ഫോൺ. 3.5 വയസ്സുകാരന്റെ മിഠായി വാങ്ങിച്ചോ. നേരെ എന്റെ വണ്ടി തിരിഞ്ഞു. 1000 വന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി. മക്കൾക്ക് മിഠായി കൊടുത്തു, ചായ കുടിച്ചിട്ട് വെളിയിലിറങ്ങി. ഭാര്യ ചോദിച്ചു എപ്പോ വരും? ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഒരു 11 മണിക്ക് തിരിച്ചു വരുമെന്ന്. കാത്തിരിക്കുകയാണ് എന്റെ പൊന്നുമക്കൾ. 11 മണിക്ക് ഉപ്പ വരുന്നത് കണ്ടിട്ട് കിടന്നുറങ്ങാൻ മഅ്ദനി ഉസ്താദ് ഈ സംഭവം എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നെ കാത്തിരിക്കുന്ന പൊന്നുമക്കളുടെ മുമ്പിൽ ഞാൻ എത്തുമ്പോ, സഹോദരങ്ങളെ, ആർക്കറിയാം അഹമ്മദ് കബീർ ജീവനോടെ വീട്ടിലെത്തുമോ? അതല്ല 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഈ പാവപ്പെട്ടവന്റെ മയ്യത്താകുമോ വീടിന്റെ ഉമ്മറപ്പടിയിലെത്തുക?
കളിപ്പാട്ടം കാത്തിരിക്കുന്ന പൊന്നുമക്കളുടെ മുമ്പിൽ വിധിയുടെ മക്കള് കളിപ്പാട്ടം പോലെ മലന്ന് കിടക്കുമ്പോ ആ സമയത്ത് എന്റെ പൊന്നുമക്കള് എന്റെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുമ്പോ മലന്ന് കിടന്നിട്ട് എനിക്ക് പറയാൻ കഴിയണ്ടേ, ആത്മാവിന്റെ ഭാഷയിൽ പറയണ്ടേ, പൊന്നുമക്കളെ കരയണ്ടടാ, പൊന്നുമക്കളെ കരയണ്ടടാ, നിങ്ങളുടെ വാപ്പയ്ക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗമുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് ഹുർലിയങ്ങളുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗത്തിന്റെ ഫുസ്ഹത്തുൽ ജന്നയുള്ളത്. വഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറഹും വറയ്ഹാനും വജന്നത്തുൻ നഈം. അല്ലാഹുക്കടുത്തവനാണോ, അല്ലാഹുക്കടുത്തവനാണോ അവന് റൂഹുണ്ട്, റൈഹാനുണ്ട്, ജന്നത്തുൻ നഈമുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, നമ്മളിവിടെ ഇരിക്കുമ്പോ മഅദനി ഉസ്താദിന്റെ കോയമ്പത്തൂർ ജയിലിൽ കിടന്ന 12 വർഷം ലാഭമാണ്, ഇപ്പൊ കിടക്കുന്നത് ലാഭമാണ്. കാരണം ഒരു തെറ്റിനെ കുറിച്ച് ചിന്തിക്കണ്ട, ഒരു തെറ്റിനെ കുറിച്ച് കണ്ണുകൊണ്ട് കാണണ്ട. തടവറക്കുള്ളിൽ ഖുർആൻ ഓതി ദിക്റ് ചൊല്ലി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് മഅദനി ഉസ്താദിന്റെ വർഷങ്ങൾ പോവുകയാണ്. ഒരു സുപ്രീം കോടതി നഷ്ടപരിഹാരം കൊടുക്കണ്ട. കാരണം പടച്ചറപ്പിന്റെ മുമ്പിൽ സ്വർഗത്തിന് വില പറയുന്ന 10 വർഷമാണിത്. ഓരോ ദിവസവും എത്ര ഭാഗ്യമാണ് മനുഷ്യന്. ഞാൻ പറയുന്നു, ദുനിയാവിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിലല്ല, പരലോകത്ത് ആ മനുഷ്യൻ ഭാഗ്യവാനാണ്, ആ മനുഷ്യൻ ഭാഗ്യവാനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവിടുക്ക് നഷ്ടപ്പെടുമ്പോ ആ സമയത്ത് എന്ത് ചെയ്യണം? അള്ളാന്റെ ഖുർആൻ സ്വാഗതം പറയണം. ഖുബൈബ് റളിയല്ലാഹു അൻഹു കിടന്ന് പെടയുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ സ്വാഗതം പറഞ്ഞില്ലേ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ. ഖുബൈബ് റളിയല്ലാഹു അൻഹു വഫാത്തായ പറഞ്ഞ ആയത്താണിത്. ഏ സന്തോഷമടഞ്ഞ ആത്മാവേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വരിക, അല്ലാഹുവിന്റെ സ്വർഗത്തിലോട്ട് കടന്നു വരിക. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് വീരപുരുഷനായിട്ട് മരിക്കണം, വീരനായിട്ട് മരിക്കണം. അതിനാരാകണം? കാല റജുലൻ, ആൺകുട്ടിയാവണം. റജുലൻ ആൺകുട്ടിയാവണം. ആൺകുട്ടിയാരാ? ആൺകുട്ടിക്ക് 7 മുഖലക്ഷണം ഖുർആൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് അധികം സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു ആൺകുട്ടിയായി നമ്മുടെ ദൗത്യം നമുക്ക് പൂർത്തീകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ആൺകുട്ടിയാക്കി തരട്ടെ. ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്ക് 7 ലക്ഷണം ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ സൂറത്ത് തൗബ, സൂറത്ത് നൂർ. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒരിക്കൽ കടന്ന് പറയാം. കാരണം അത് പറയാനുള്ള സമയമില്ല. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആൺകുട്ടിയാരാ? മരിക്കുന്ന സമയത്ത് ഖുർആൻ സ്വാഗതം പറഞ്ഞു, മരിക്കുന്ന സമയത്ത് ഖുർആൻ സ്വാഗതം പറഞ്ഞു. അല്ലാഹു ആ അവസ്ഥയിൽ നമ്മളെ എത്തിക്കട്ടെ, അല്ലാഹു ആ അവസ്ഥയിൽ നമ്മളെ എത്തിക്കട്ടെ. എന്താ പറയാത്തത്? എന്താ പറയാത്തത്? അല്ലാഹു ആൺകുട്ടിയാക്കി തരട്ടെ, അല്ലാഹു ആൺകുട്ടിയാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. പക്ഷെ അതിനെന്തുണ്ടാവണം? ദുനിയാവിനെ വിടണം, ആഖിറത്തെ കുറിച്ച് ചിന്തിക്കണം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒരു ആൺകുട്ടി നമ്മുടെ അൻവാറിന് വേണ്ടി മഅദനി ഉസ്താദിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇതാണ്. നമ്മൾ മഅദനി ഉസ്താദിനോട് കാണിക്കേണ്ട ഏറ്റവും വലിയ സ്നേഹം ഈ അൻവാർ തകരാൻ, ഈ അൻവാർ തളരാൻ നമ്മൾ ഇടവരുത്തരുത് ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കയ്യിൽ 10 രൂപയുള്ളൂ, അത് ഇവിടെ കൊടുത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കത് ചെയ്യാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു ആൺകുട്ടി മൈക്കാട് ഷാ നമ്മുടെ അൻവാർ ശരിക്ക് വേണ്ടി ഒരു ഫണ്ട് ബഹുമാനനായ മാത്തൂർ ഉസ്താദിന്റെ കയ്യിൽ അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആ തൃക്കരങ്ങളെ തെറ്റുവാരുമ്പോൾ ഷായെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം നമുക്കറിയാം, കൊല്ലത്തെ ഒരു വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഒരു ഭൂരിഭാഗം ഞാൻ മഅദനി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഷായോട് ഞാൻ സംസാരിച്ചു. ഉസ്താദെ, മഅദനി ഉസ്താദിന്റെ സ്ഥാപനത്തിന് വേണ്ടി അതിനുവേണ്ടി ചെലവഴിക്കുന്നതിന് എനിക്ക് ഒരു മനസ്സിൽ ഒരു താല്പര്യം എന്നുള്ളത് അദ്ദേഹം എന്നോട് പറഞ്ഞു. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഒരു ഏറിയ പങ്ക് മഅദനി ഉസ്താദിന്റെ സ്ഥാപനത്തിനും അദ്ദേഹത്തിനും അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട്. അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. 1 ലക്ഷം രൂപ അദ്ദേഹം ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആരാ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഉസ്താദെ ഞങ്ങൾ ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്യും, എന്നിട്ട് അതിന്റെ ഭാഗത്തേക്ക് ഉസ്താദെ ഞങ്ങൾ കൂടി അതിനകത്തേക്ക് പങ്കാളികളാവുകയാണ്, നല്ല ആൺകുട്ടികളായി. ആരാ ഒന്ന് പറയുക? 1 ലക്ഷമോ 50,000മോ 25,000മോ 10,000മോ എത്രയായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് എഴുന്നേറ്റ് എന്ന് പറയാം.
അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ ഒരു മാസത്തെ ശമ്പളം ഞാൻ അൻവാർശേരിക്ക് ഹദിയ ചെയ്യും. എൻ്റെ ഒരു മാസത്തെ ശമ്പളം അള്ളാഹു സ്വീകരിക്കട്ടെ. എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. അവരിതേപോലെ ഹാഫിദീങ്ങളായി ആലിമീങ്ങളായി നാളെ ഞാൻ മരിച്ചിട്ട് മരന്ന് കിടക്കുമ്പോൾ എൻ്റെ മുമ്പിൽ മയ്യത്ത് നിസ്കരിക്കുന്ന നല്ല മക്കളാക്കി തരണം. അവരുടെ ആഗ്രഹത്തിൽ ഞാൻ എൻ്റെ ഒരു മാസത്തെ ശമ്പളം അതെത്രയാണെന്ന് ചോദിക്കരുത്. അല്ലെ, ചെറുതാവില്ല, നമ്മുടെ ഇച്ചിരി വലിയ ശമ്പളം തന്നെ മതി. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആരാ എന്ന് പറയുക? ആ പറഞ്ഞു 10,000 രൂപ തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മാത്തൂർ ഉസ്താദിന്റെ സദസ്സിൽ വെച്ച് പറയുന്ന ഈ കാര്യം അല്ലാഹു ഒരിക്കലും ഏത് ആഗ്രഹമാണോ അത് സാധ്യ വെച്ചിട്ട് പറഞ്ഞോളി, അല്ലാഹു കബൂലാക്കട്ടെ. രണ്ടാമത്തെ പറഞ്ഞത് കൈവെക്കിയിട്ട് പറഞ്ഞോളി. മാത്തൂർ ഉസ്താദിന്റെ സുധീർ എത്ര 10,000 രൂപ തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ബഹുമാനായ മാത്തൂർ ഉസ്താദിന്റെ മുമ്പിൽ വെച്ച് പറയുന്ന ഈ സദഖ അല്ലാഹുവേ ഇവരുടെ ആഗ്രഹങ്ങൾ ഏതാണോ അത് സബലീകരിക്കണേ അല്ലാഹ്. അവരുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹുവേ, ഹാഫിളീങ്ങളാക്കണേ അല്ലാഹുവേ. സിറാജുദ്ദീൻ മയ്യത്തിങ്കര 25,000 രൂപ സംഭാവന അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ബിസിനസ് ഏതാണോ അതിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മക്കളെ കൺകുളമേകുന്ന മക്കളാക്കണേ തമ്പുരാനെ, സാലിഹീങ്ങളാക്കണേ അല്ലാഹുവേ. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള അല്ലാഹുവേ കൺകുളമേയുള്ള മക്കളാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് അവസാനം വരെ കീറി മുറിക്കപ്പെടുന്ന ലോകത്തിൽ നിന്ന് അല്ലാഹുവേ നീ കാക്കണേ തമ്പുരാനെ. കമല സുലൈയുടെ ബഹുമാനായ അബ്ദുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ സലീം കുട്ടികളായി 10,000 രൂപ തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഈ കുഞ്ഞിനെ അസുഖമൊക്കെ മാറാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആയിലേക്ക് പറഞ്ഞ മാത്തൂർ ഉസ്താദിന്റെ ദുആ ഉണ്ടാകും. 10,000 രൂപ അല്ലാഹു കബൂലാക്കട്ടെ. ഒരു സഹോദരൻ 5,000 രൂപ കുടുംബത്തിൽ ഖൈറിനും ജോലിയിൽ പുരോഗതിക്കും ഈമാനും കൂടി മരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ജോലിയിൽ ഖൈർ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പുരോഗതി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല കുഞ്ഞിനെ അല്ലാഹു സാലിഹാക്കി രോഗത്തിന് ശിഫ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹ് 5,000 രൂപ അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ മക്കളെ അബ്ദുള്ളയാണ് എന്ന കാസറ്റെല്ലാം റെക്കോർഡ് ചെയ്തു. ലോകാവസാനം എന്ന് പറയുന്ന കാസറ്റിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് അബ്ദുള്ളയാണ്. അത് ഇത്രയും ലോകത്തുണ്ടാവാൻ ഇത്രയും പ്രചുരപ്രചാരങ്ങളായതിന് കാരണം തന്നെ എഡിറ്റിംഗ്. അല്ലാഹു നല്ല സന്തോഷത്തോടെ അല്ലാഹു ദീനിന്റെ മാർഗ്ഗത്തിൽ നിലനിർത്തി കൊടുക്കട്ടെ. മക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കി കൊടുക്കട്ടെ, ഹാഫിളുകളാക്കി കൊടുക്കട്ടെ. കുടുംബജീവിതം ഐശ്വര്യ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അൻവർ ഷാ കുമ്മനം 5,000 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ശിഹാബ് മൈനാഗപ്പള്ളി 5,000 രൂപ സംഭാവന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും ബദറുദ്ദീൻ മയ്യത്തിങ്കര മരണപ്പെട്ട പിതാവിന് വേണ്ടി 10,000 രൂപ തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ഞാൻ അവിടെ തന്നെ ഇരുന്ന ഉസ്താദിന്റെ ദുആ കഴിഞ്ഞിട്ട് പോകാവൂ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തുകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഷമീർ കാരാളിമുക്ക് 15,000 രൂപ. ഷമീർ കാരാളിമുക്ക് അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നല്ല പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മഹദരി ഉസ്താദിനോട് നമ്മുടെ സ്നേഹം ബിസിനസ്സിൽ ബറക്കത്തുണ്ടാകുന്ന സഹോദരൻ ഉണ്ടായിരുന്നു. ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ കൂട്ടിക്കട 5,000 രൂപ. ഇബ്രാഹിം കുട്ടി ഉസ്താദ് കൂട്ടിക്കട അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ, അല്ലാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉസ്താദിന്റെ മക്കളെ അല്ലാഹു ഇൽമിന്റെ പാതയിലൂടെ അല്ലാഹു നടത്തി ദുനിയാവിലെ മാത്രത്തിൽ ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സഹോദരൻ 5,000 രൂപ സംഭാവന. നവാസ് തോട്ടുവാൽ 10,000 രൂപ. അള്ളാഹുവിന്റെ ഇരട്ടി പ്രതിഫലം നീ ജീവിതത്തിൽ നൽകണേ അള്ളാഹുവേ. അവരത് പറയുമ്പോൾ മനസ്സിൽ എന്താഗ്രഹമാണോ അത് നീ സബലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കണേ. നാസർ പിന്നുവിള 10,000 രൂപ. നജീബ് കല്ലുംപുറത്ത് 5,000 രൂപ. അബ്ദുറഹീം 25,000 രൂപ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ.
ഈ സദക്ക തമ്പുരാനെ, ഈ സദക്ക ചെയ്യുന്ന ഓരോ സഹോദരങ്ങൾ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ശിവ നൽകണേ അല്ലാ. എത്രയോ സദസ്സിൽ ആമാശയത്തിൽ ക്യാൻസർ ബാധിച്ചിട്ട് കൊടുത്തും മാറി മൂത്രാശയത്തിലൂടെ വെളിയിൽ പോയ രോഗികൾ ഈ സദസ്സിലെ ദുആ കൊണ്ട് രക്ഷപ്പെട്ടിട്ട് ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. കരുണക്കടലെ ഏത് ആഗ്രഹമാണോ അത് നീ സഫലീകരിക്കണേ നമ്പുരാനെ. എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അബ്ദുറഹീം മുനീർ മൻസിൽ 10,000 രൂപ. അബ്ദുറഹീം മുനീർ മൻസിൽ 10,000 രൂപ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു സഹോദരൻ 1000 രൂപ സംഭാവന അള്ളാഹു ഹലാലായ മറാദുകളെ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടി, ഇവിടെ സദക്കകളൊക്കെ പറഞ്ഞ കബീർ ഉസ്താദ് എവിടെയൊക്കെ വാത് പറയണോ അവിടെയൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി വേണം. ഉമ്മനത്തോ എവിടെയോ കിടന്നുറങ്ങിയാലും നാളെ നിങ്ങളറിയാത്ത ഒരു സമൂഹം ആമീൻ പറയും. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അബ്ദുസ്സമദ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മാത്തൂർ ഉസ്താദ് ദുആ ചെയ്യും. എല്ലാവരും അവരവരുടെ കയ്യിൽ നല്ല സംഭാവന 1000, 2000, 10,000 ഒക്കെ ആയിട്ട് ഉസ്താദിന്റെ കയ്യിൽ